വാർത്തകളിലേക്ക് വിശദമായി കടക്കുകയാണ്. നമുക്കറിയാം നമ്മുടെ സംസ്ഥാനത്തെ ആരോഗ്യ മേഖല വെന്റിലേറ്ററിലാണെന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞത് മെഡിക്കൽ കോളേജിലെ ഒരു ഡോക്ടറാണ്. വെറും ഡോക്ടർ എന്ന് പറഞ്ഞാൽ പോരാ, യൂറോളജി വിഭാഗം മേധാവി തന്നെയാണ് ഇത്തരത്തിൽ ഒരു വലിയ വെളിപ്പെടുത്തൽ നടത്തിയത്. അതിൽ ആരോഗ്യ കേരളം ഒന്നാകെ ഞെട്ടിത്തരിക്കുകയാണ് ഉണ്ടായത്. ആവശ്യത്തിന് ഉപകരണങ്ങളോ മെഡിസിനോ ഒന്നുമില്ല എന്ന് അദ്ദേഹം പറയുമ്പോൾ അത്യാവശ്യമായിട്ടുള്ള സർജറികൾ നടത്താൻ പോലും രോഗികളോട് അവർ സ്വമേധയാ ഇത്തരത്തിൽ പണവുമായി എത്തണം അല്ലെങ്കിൽ ഉപകരണങ്ങൾ വാങ്ങി എത്തണം എന്ന് പറയേണ്ട ഗതികേടിലായി പോയി താൻ എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞത്. ബന്ധപ്പെട്ട അധികാരികൾക്ക് പിറകെ ഈ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് നടന്ന് ചെരുപ്പ് തേഞ്ഞിട്ട് ഒടുവിൽ ഗത്യന്തരമില്ലാതെ വന്നപ്പോഴാണ് ഇത്തരത്തിൽ തുറന്നു പറയേണ്ടി വന്നതെന്നും അദ്ദേഹം പറയുകയുണ്ടായി. ഡോക്ടർ ഹാരിസിന്റെ വെളിപ്പെടുത്തലിന് പിന്നാലെ സംസ്ഥാനത്തെ മറ്റ് മെഡിക്കൽ കോളേജുകളിലെ ഡോക്ടർമാരെല്ലാം ഇത്തരത്തിൽ സമാനമായ സാഹചര്യവുമാണ് ഈ മെഡിക്കൽ കോളേജുകളിലും ഒക്കെ ഉള്ളത് എന്ന് പറഞ്ഞുകൊണ്ട് രംഗത്തേക്ക് വരുന്ന കാഴ്ചകൾ കണ്ടു. ഇന്നിപ്പോൾ ന്യൂസ് 8ന്റെ അന്വേഷണം എത്തി നിൽക്കുന്നത് ആലപ്പുഴയിലെ വനിതാ ശിശു അമ്മമാരുടെയും കുഞ്ഞുങ്ങളുടെയും ആശുപത്രിയിൽ സമാനമായ രീതിയിൽ അനുഭവിക്കുന്ന ദുരിതത്തെക്കുറിച്ചാണ്. അന്വേഷിക്കുകയാണ് ന്യൂസ് 18. ചികിത്സ വേണ്ടതാർക്ക്? സംസ്ഥാനത്തെ അമ്മമാർക്കും കുഞ്ഞുങ്ങൾക്കുമായി സർക്കാർ നടത്തിവരുന്ന സൗജന്യ ചികിത്സാ പദ്ധതിയായ അമ്മയും കുഞ്ഞും പദ്ധതി പോലും അട്ടിമറിച്ച് ആരോഗ്യവകുപ്പ്. അമ്മയും കുഞ്ഞും പദ്ധതി പാളിയതോടെ ഗുരുതരാവസ്ഥയിലുള്ള നവജാത ശിശുക്കളുടെ അമ്മമാർ ചികിത്സയ്ക്ക് പണം തേടി നെട്ടോട്ടത്തിലാണ്. 1 വയസ്സ് വരെ കുഞ്ഞിന് സൗജന്യ ചികിത്സ നൽകണമെന്നിരിക്കെ പ്രമേഹത്തിനുള്ള രക്തപരിശോധന മുതൽ വിലയേറിയ മരുന്നുകൾ വരെ സ്വകാര്യ സ്ഥാപനങ്ങളിലേക്ക് എഴുതി നൽകുകയാണ് ആശുപത്രി അധികൃതർ. മരുന്ന് വാങ്ങാൻ പണമില്ലാതെ ദുരിതത്തിലായ അമ്മമാർ ന്യൂസ് 18നോട് ജീവിതാവസ്ഥ തുറന്നു പറഞ്ഞു. സംസ്ഥാന സർക്കാർ വഹിക്കേണ്ട വിഹിതം കൃത്യമായി നൽകാത്തതാണ് പദ്ധതി പൊളിഞ്ഞു പോകാൻ കാരണമെന്നും പരാതി ഉയരുന്നു. ഈ കേസ് ഷീറ്റുകളിൽ പതിപ്പിച്ചിരിക്കുന്ന JSSK എന്ന സീൽ നവജാത ശിശുക്കൾക്കും അമ്മമാർക്കും നൽകുന്നൊരു ഉറപ്പുണ്ട്. സർക്കാർ ആശുപത്രികളിൽ പ്രസവ ചികിത്സക്കായി എത്തുന്ന അമ്മയ്ക്കും പിന്നീട് നവജാത ശിശുവിനും അമ്മയും കുഞ്ഞും പദ്ധതി പ്രകാരം സർക്കാർ സൗജന്യ ചികിത്സ നൽകുമെന്ന ഉറപ്പാണ് ആ സീലിനുള്ളത്. അമ്മയ്ക്ക് 40 ദിവസവും നവജാത ശിശുവിന് 1 വയസ്സുവരെയും സൗജന്യ ചികിത്സ സർക്കാർ ഉറപ്പു നൽകുന്നതായി നിയമസഭാ രേഖകളും വ്യക്തമാക്കുന്നു. ഇനി പറയേണ്ടത് ആലപ്പുഴ മെഡിക്കൽ കോളേജിലെ ICUവിൽ ചികിത്സയിലിരിക്കുന്ന ഗുരുതരാവസ്ഥയിലുള്ള നവജാത ശിശുക്കളുടെ ഈ അമ്മമാരാണ്. ജൂൺ 16-നായിരുന്നു ഡെലിവറി നടന്നത്. അന്ന് തൊട്ട് ഇപ്പം തൊട്ടുള്ള മെഡിസിൻസ് നമ്മൾ എല്ലാം പുറത്തുനിന്നാണ്. ഒന്നും നമുക്ക് എനിക്ക് അമ്മയും കുഞ്ഞും പദ്ധതിയിൽ മാത്രമേ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. അവിടുന്ന് ഒരു മെഡിസിൻസും നമുക്ക് കിട്ടിയിട്ടില്ല. പൈസ കിട്ടുന്നില്ലേ അവിടുന്ന്? ഈ മരുന്നുകളെല്ലാം പുറത്തുനിന്നാണോ വാങ്ങുന്നത്? സൗജന്യ ചികിത്സ അവകാശമെന്നിരിക്കെ ദിവസേന 1000 രൂപയോളം ഗുരുതരാവസ്ഥയിലുള്ള കുഞ്ഞുങ്ങളുടെ ചികിത്സക്കായി കണ്ടെത്താൻ പാടുപെടുകയാണിവർ. ഡയപ്പർ മുതൽ വിലയേറിയ ചികിത്സാ ഉപകരണങ്ങൾ വരെ പുറമേ നിന്ന് വാങ്ങി നൽകേണ്ടി വരുന്നു നിർധനരായ ഈ അമ്മമാർക്ക്. ഏകദേശം ഒരു 50 അടുപ്പിച്ചൊക്കെ എല്ലാം കൂടെ 50,000 രൂപ അടുപ്പിച്ചൊക്കെ റെഡി ആയിട്ടുണ്ട്. കാരണം ഞാനും ഉണ്ടായിരുന്നു, ഞാനൊരു മാസമായിട്ട് കിടക്കുന്നു. അത് കഴിഞ്ഞ് കുഞ്ഞും കൂടെ കിടക്കുന്നുണ്ടായിരുന്നു. ലാബ് ടെസ്റ്റുകളും എല്ലാം പുറത്താണോ ചെയ്യുന്നത്? എല്ലാം പുറത്താണ്. ഏകദേശം കുറച്ച് മാത്രമേ അകത്ത് ചെയ്യുന്നത്, ബാക്കിയെല്ലാം പുറത്താണ് ചെയ്യുന്നത്. പുറത്താണ്. അപ്പൊ ഒരു ദിവസം എത്ര രൂപ ചെലവാകുന്നുണ്ട്? ഒരു ദിവസം എങ്ങനെ പോലും 10,000 രൂപയോളം ആവുന്നുണ്ട്. മരുന്നും ഡയപ്പറും അങ്ങനെയുള്ള എല്ലാം മരുന്നുകളും എല്ലാം കൂടെ. പലരും 15ഉം 20ഉം ദിവസമായി ചികിത്സയിലിരിക്കുന്നവർ. 27ാമത്തെ ആഴ്ചയിലാണ് പ്രസവിച്ചത്. അപ്പോൾ ഇനി എത്രത്തോളം കിടക്കേണ്ടി വരുമെന്ന് പറയാറായിട്ടില്ല. അപ്പോൾ ഇതേ സെയിം സിറ്റുവേഷനാണ് വരുന്നതെങ്കിൽ മെഡിസിൻ ഇങ്ങനെ പോവുകയാണെങ്കിൽ ഇനി മുന്നോട്ട് പോകാൻ പറ്റത്തില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം മെഡിസിനൊക്കെ ഈ അളവിൽ ഇതേ റേറ്റാണ് പോകുന്നതെങ്കിൽ നമുക്ക് ഇനി ഒരു ഓപ്ഷൻ ഇല്ല. കാരണം അത്രയ്ക്ക് പൈസ ആയിട്ടുണ്ട് ഇപ്പം തന്നെ. കുഞ്ഞ് വെന്റിലേറ്ററിലാണ്. വെന്റിലേറ്ററിലാണ്.
എത്ര ദിവസമായിട്ട് ആശുപത്രിയില്ല? ഇന്ന് 19 ദിവസം. 19 ദിവസമായിട്ട് നിങ്ങൾ പുറത്തുനിന്നാണോ ആ വാങ്ങുന്നത്? അതെ. ചേർത്തു പിടിക്കുമെന്ന ഉറപ്പ് നൽകിയ സർക്കാർ നിഷ്കരണം പുറന്തള്ളിയപ്പോൾ ന്യൂബോൺ ഐസിയുവിൽ നിന്ന് പുറത്തേക്ക് വരുന്ന കുറിപ്പടികൾ അമ്മമാരുടെ കൈകളിലിരുന്ന് വിറങ്ങലിക്കുകയാണ്. ഒരു 2 ട്യൂബ് കുഞ്ഞുങ്ങൾക്ക് വേണമായിരുന്നു. കൊച്ചു കുട്ടികളല്ലേ, അപ്പൊ ഫീഡ് ചെയ്യാൻ പറ്റത്തില്ല, എല്ലാം അവർക്ക് ട്യൂബ് വഴിയാണ് പൊക്കോണ്ടിരുന്നത്. അപ്പൊ അതിന് വേണ്ടിയിട്ട് ട്യൂബ് അത് പർച്ചേസ് ചെയ്യാൻ ഞങ്ങൾക്ക് പറ്റത്തില്ല എന്നുള്ളത് പറഞ്ഞായിരുന്നു. എത്ര രൂപയായിരുന്നു? അത് ഏകദേശം 8,000 സംതിങ് ആവും ഒരാൾക്ക്. അപ്പൊ 2 പേർക്കാകുമ്പോൾ 17,000 രൂപ അടുപ്പിച്ചാവും. 60% കേന്ദ്രവും 40% സംസ്ഥാന വിഹിതവും നൽകി ജനനി സുരക്ഷാ കാര്യക്രമം എന്ന പദ്ധതിയാണ് പിന്നീട് അമ്മയും കുഞ്ഞും പദ്ധതിയായി കേരള സർക്കാർ അമ്മമാർക്ക് മുന്നിൽ അവതരിപ്പിച്ചത്. സംസ്ഥാന വിഹിതം ലഭ്യമാക്കുന്നതിൽ പാളിച്ചകൾ വന്നതോടെയാണ് പദ്ധതിയുടെ ചുവട് പിഴച്ചതെന്ന് പരാതികൾ ഉയർന്നു. എനിക്ക് തയ്യലാണ്, അപ്പൊ എനിക്ക് അതിന് ഇപ്പം അവിടെ നിൽക്കുമ്പോൾ എനിക്ക് ജോലി ചെയ്യാൻ പറ്റത്തില്ല. വീട് സ്ഥലമൊന്നുമില്ല, ഞങ്ങൾക്ക് വാടകയ്ക്ക് താമസിക്കുന്നു. പ്രസവശേഷം വീടുകളിലേക്ക് പോകാൻ വാഹന സൗകര്യം ഒരുക്കി നൽകുന്നതിന്റെ പണച്ചിലവടക്കം വഹിക്കേണ്ട ആരോഗ്യ വകുപ്പാണ് കടുത്ത പ്രതിസന്ധിയിലേക്ക് ഈ അമ്മമാരെയും നവജാത ശിശുക്കളെയും നിഷ്കരണം തള്ളിവിട്ടിരിക്കുന്നത്. ആരോഗ്യരംഗത്ത് ഒന്നാം സ്ഥാനത്തെന്ന് ഊറ്റം കൊള്ളുന്നവർ നിരാലംബരായ ആലപ്പുഴ മെഡിക്കൽ കോളേജിലെ നവജാത ശിശുക്കളെയും അവരുടെ ഈ അമ്മമാരെയും ഒന്ന് കൺതുറന്നു കാണണം. അവകാശപ്പെട്ട ചികിത്സാ സഹായങ്ങൾ പോലും നിഷേധിക്കുന്നത് പിച്ചച്ചട്ടിയിൽ കൈയിട്ട് വാരുന്നതിന് തുല്യമാണ്. ആലപ്പുഴയിൽ നിന്നും ക്യാമറമാൻ പ്രശാന്ത് മംഗലശ്ശേരിക്കൊപ്പം ശരണ്യ സ്നേഹജൻ, ന്യൂസ് 18. ഈ വാർത്ത നമുക്ക് മുന്നിലേക്ക് എത്തിച്ച ശരണ്യ സ്നേഹജൻ തന്നെ നമുക്കൊപ്പം ഇപ്പോൾ തത്സമയം ചേരുകയാണ്. ശരണ്യ, ആരോഗ്യവകുപ്പിന്റെ കെടുകാര്യസ്ഥതയെക്കുറിച്ച് കഴിഞ്ഞ 2 ദിവസമായി നിരന്തരം നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്പർ 1 ആരോഗ്യ കേരളം എന്ന് മേനി നടക്കുന്ന നമ്മുടെ സംസ്ഥാനത്തെ മെഡിക്കൽ കോളേജുകളുടെയും മറ്റ് സർക്കാർ ആശുപത്രികളുടെയും ഇതുപോലുള്ള സർക്കാർ പദ്ധതികളുടെയും ഒക്കെ നേർചിത്രം എങ്ങനെയാണ് എന്നുള്ളത് നമ്മൾ പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തിക്കുകയാണ്. ഇപ്പോൾ ന്യൂസ് 8ന്റെ അന്വേഷണം എത്തി നിൽക്കുന്നത് ഈ അമ്മമാർക്കും കുഞ്ഞുങ്ങൾക്കുമായുള്ള സർക്കാരിന്റെ പദ്ധതി അത് എങ്ങനെ തകിടം മറിഞ്ഞു എന്നതിനെക്കുറിച്ചാണ്. ഈ പദ്ധതിയുടെ വിശദാംശങ്ങളിലേക്ക് തന്നെ നമുക്ക് കടന്നാൽ ഇത് എവിടം മുതലാണ് താളം തെറ്റി തുടങ്ങിയത് ശരണ്യ? തീർച്ചയായിട്ടും നമുക്കറിയാം, ആരോഗ്യ വകുപ്പുമായി ബന്ധപ്പെട്ടും ആലപ്പുഴ മെഡിക്കൽ കോളേജ് ആയി ബന്ധപ്പെട്ടും നിരവധി വാർത്തകൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. പലപ്പോഴും അത് ചികിത്സാ പിഴവുകളും മറ്റുമായിട്ടുള്ള കാര്യങ്ങളായിരുന്നുവെങ്കിൽ ഇതൊരു പടി കൂടി കടന്ന് സാധാരണക്കാരായ, അതായത് അതീവ ഗുരുതരാവസ്ഥയിൽ ആശുപത്രികളിൽ കഴിയേണ്ടി വരുന്ന കുഞ്ഞുങ്ങളുടെ അമ്മമാർ നേരിടുന്ന പ്രധാന വെല്ലുവിളിയാണ് നമ്മൾ ഇപ്പോൾ പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തിക്കുന്നത്. അതായത് നമ്മൾ ഇന്നലെ കണ്ട 2 അമ്മമാർ, അവർ 2 പേരുടെയും കുഞ്ഞുങ്ങൾ, ഒരാൾക്ക് ഇരട്ട കുട്ടികളാണ്, ഒപ്പം തന്നെ മറ്റൊരാൾക്ക് ഒരു കുട്ടിയുമാണ്. ഈ 3 കുഞ്ഞുങ്ങളും ഉൾപ്പെടെയുള്ള ആലപ്പുഴ മെഡിക്കൽ കോളേജിന്റെ ന്യൂബോൺ ഐസിയുലുള്ള കുട്ടികളുടെ രക്ഷകർത്താക്കൾ അമ്മമാരാണ് നമ്മളോട് ഈ കാര്യങ്ങൾ തുറന്നു പറഞ്ഞത്. അതായത് അവർക്ക് ചികിത്സയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളുമായി മുന്നോട്ട് പോകാൻ കഴിയാത്ത അവസ്ഥയിലേക്ക്, നിസ്സഹായ അവസ്ഥയിലേക്ക് ഈ അമ്മമാർ എത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. നമ്മൾ ഇവരുടെ സാഹചര്യം പരിശോധിക്കുമ്പോൾ അതിനേക്കാൾ മുമ്പ് പരിശോധിക്കേണ്ട ഒരു കാര്യമുണ്ട്. അതായത് സംസ്ഥാന സർക്കാർ ഉറപ്പു നൽകിയ ചില പദ്ധതികൾ ഈ അമ്മമാർക്കും കുട്ടികൾക്കുമായി ഉണ്ട് എന്നുള്ളതാണ്. 2012 മുതൽ അമ്മയും കുഞ്ഞും പദ്ധതി സംസ്ഥാന സർക്കാർ കേരളത്തിലെ ശിശുമരണ നിരക്കടക്കം കുറയ്ക്കുന്നതിന് വേണ്ടി ഇന്ത്യയിലൊട്ട കേന്ദ്ര പദ്ധതിയാണ്. കേന്ദ്ര പദ്ധതിയായ JSSKയുടെ കേരളത്തിൽ നടപ്പാക്കിയ ഒരു വേർഷനാണ് അമ്മയും കുഞ്ഞും എന്നുള്ളത്. ഈ പദ്ധതി നടപ്പിലാക്കി വരികയാണ്. അതായത് 60% കേന്ദ്ര സർക്കാരും 40% സംസ്ഥാന സർക്കാരും ഈ പദ്ധതിക്ക് വേണ്ടിയുള്ള പണം ചിലവഴിച്ചുകൊണ്ട് ഒരു പ്രസവത്തിനായി സർക്കാർ ആശുപത്രികളെ ആശ്രയിക്കുന്ന അമ്മമാർക്ക് 40 ദിവസം വരെ അമ്മമാരുടെ ചികിത്സാ ചിലവും ഒപ്പം തന്നെ 1 വർഷം വരെ ഈ നവജാത ശിശുവിന്റെ ചികിത്സാ ചിലവും സർക്കാർ വഹിക്കും എന്നുള്ളതാണ് ഈ പദ്ധതി ഉറപ്പ് നൽകുന്നത്. കേരളത്തിലെ എല്ലാ സ്ത്രീകൾക്കും, അതായത് മെഡിക്കൽ കോളേജിനെ ആശ്രയിക്കുന്ന സർക്കാർ ആശുപത്രികളെ പ്രസവത്തിനായും ഒപ്പം തന്നെ അത്തരത്തിലുള്ള പ്രസവത്തിനായി ആശ്രയിക്കുന്ന
സ്ത്രീകൾക്കായി ഉറപ്പു നൽകുന്നതാണ്. ആ പദ്ധതിയാണ് ഇപ്പോൾ അവതാളത്തിലായിരിക്കുന്നതെന്നുള്ള വിവരമാണ് നമുക്ക് ലഭ്യമായിക്കൊണ്ടിരിക്കുന്നത്. അതായത് ഈ ആശുപത്രിയിൽ ചികിത്സയിലുള്ള അമ്മമാർക്ക് അവരുടെ കുട്ടികൾക്ക്, പ്രത്യേകിച്ച് ഈ കുട്ടികളൊക്കെ തന്നെ വെന്റിലേറ്ററിലൊക്കെയാണ്, ദിവസേന ഇവരുടെ ഒരുപക്ഷെ ഒരുപാട് വില കൂടിയ മരുന്നുകളുടെ കാര്യത്തിനകത്ത് എന്തെങ്കിലും ഇപ്പോൾ സാമ്പത്തിക പരാധീനത മൂലം അവർക്ക് അത് നൽകാൻ കഴിയുന്നില്ലാത്തൊരു സാഹചര്യമാണ് എന്ന് വിശദീകരിച്ചാൽ, അതിനും അപ്പുറത്തേക്ക് ഒരു ഡയപ്പർ മുതൽ സാധാരണ ഒരു ബ്ലഡ് ടെസ്റ്റ് മുതൽ വിലയേറിയ മരുന്നുകൾ വരെ എല്ലാം പുറത്തു പോയി ചെയ്യേണ്ടി വരുന്ന ഒരു അവസ്ഥ. അത് ഈ സാധാരണക്കാരായ, പ്രത്യേകിച്ച് നമുക്കറിയാം മെഡിക്കൽ കോളേജും സർക്കാർ ആശുപത്രികളെയും ആശ്രയിക്കുന്നത് സാധാരണക്കാരായ കുടുംബങ്ങളാണ്. അവർക്ക് താങ്ങാനാവുന്നതിനും അപ്പുറമായിരിക്കുന്നുവെന്ന് നിസ്സഹായയായ ഒരു അമ്മ നമ്മളോട് തുറന്നു പറഞ്ഞിരിക്കുന്നതാണ്. എന്തായാലും ഇപ്പോൾ ആശുപത്രിയുടെ അകത്ത് നിന്നും ഇന്നലെ നമ്മളോട് സംസാരിച്ച ഗായത്രി ഇവിടെ എത്തിയിട്ടുണ്ട്. ഗായത്രിയുടെ അവസ്ഥ നിസ്സഹായ അവസ്ഥയാണ്. കാരണം ഡോക്ടർമാർ പരമാവധി സഹായിക്കാൻ ശ്രമിക്കുന്നുണ്ട് ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ. പക്ഷെ അങ്ങനെ ശ്രമിക്കുമ്പോൾ പോലും ഇവർക്ക് പണം നൽകാനോ അല്ലെങ്കിൽ ഇവരുടെ ചികിത്സ സൗജന്യമായി നൽകേണ്ട അർഹതപ്പെട്ട ചികിത്സ നൽകാൻ കഴിയാത്തൊരു സാഹചര്യം ആശുപത്രിക്കുണ്ട് എന്നുള്ളതാണ്. ഗായത്രി, ഇത് ഗായത്രിയുടെ ഫയലാണ്. ഈ ഫയല് നമ്മൾ പരിശോധിച്ചാൽ കൃത്യമായി ഇവിടെ സീല് ചെയ്തിട്ടുണ്ട്. അത് ഇത് കണ്ടോ, JSSK-യുടെ സീലാണ് ഇത്. അതായത് ഈ രജിസ്റ്റർ ചെയ്തിട്ടുള്ള സീലും ഒപ്പം തന്നെ 5295 എന്നുള്ളത് ഗായത്രിയുടെ ഈ JSSK രജിസ്ട്രേഷന്റെ നമ്പറാണ്. ഇവര് പക്ഷെ നേരിടുന്നത് സമാനതകളില്ലാത്ത പ്രശ്നമാണ്. 15 ദിവസമായല്ലേ കുഞ്ഞ് ആശുപത്രിയിലെത്തിയിട്ട്? ദിവസമാണിതിപ്പം 16ാമത്തെ ദിവസമാണ്. 2 കുട്ടികളാണ് വെന്റിലേറ്ററിലുള്ളത്. ഒരു മോളും ഒരു മോനും വെന്റിലേറ്ററിലുള്ളത്. രണ്ടുപേരും ക്രിട്ടിക്കലായിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. ഒരു ഗായത്രിയുടെ ഒരു അവസ്ഥ എന്താണ് ഇപ്പോഴത്തെ? ഞങ്ങള് ഇപ്പം 1 മാസമായിട്ട് ഇവിടെ തന്നെ കിടക്കുന്നത്. അത് കഴിഞ്ഞിട്ടാണ് എന്റെ ഡെലിവറി ആയത്. മാക്സിമം ഞങ്ങളെ കൊണ്ട് പറ്റാവുന്ന രീതിയിലെല്ലാം മുന്നോട്ട് പോയി. ഇപ്പൊ എന്റെ ഹസ്ബൻഡിന് മാത്രമേ ജോലിയുള്ളൂ. എനിക്ക് ഒരു സ്ഥിരം ജോലി അല്ല അല്ലേ? സ്വന്തമായിട്ടാണ് ചെയ്യുന്നത് ഹസ്ബൻഡ്. അപ്പം അതിനുള്ളിപ്പം മഴയായതുകൊണ്ട് അതിനുള്ള വരുമാനമൊക്കെ ഞങ്ങൾക്ക് കുറവുമാണ്. ഹാൻഡിക്രാഫ്റ്റിന് ചിരട്ടയുടെ ബിസിനസ്സാണ്. അപ്പം ഞങ്ങൾ കുറേ പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾക്കിനി മുന്നോട്ട് പോകണമെങ്കിൽ ഇനിയും 15 ദിവസം കുഞ്ഞുങ്ങൾക്ക് വെയിറ്റ് കുറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോൾ ഇനിയും 15 ദിവസത്തിന് മുകളിൽ നമ്മളിവിടെ കിടക്കേണ്ടി വരും. എല്ലാ മരുന്നുകളും പുറത്തുനിന്ന് തന്നെ, ഡയപ്പറും ഷുഗറിന്റെ ചെറിയൊരു സ്ട്രിപ്പ് പോലും ഞങ്ങൾക്ക് പുറത്തുനിന്ന് തന്നെ വാങ്ങണ്ട. ഗായത്രിയുടെ മാത്രം അവസ്ഥയാണോ അതോ അതിന്റെ മാത്രം അവസ്ഥയല്ല, അവിടെ ഇരിക്കുന്ന എല്ലാ അമ്മമാരുടെയും അവസ്ഥ ഇത് തന്നെയാണ്. എന്റെ മാത്രം അവസ്ഥയല്ല, എന്റെ കൂടെയുള്ള വെന്റിലേറ്ററിലുള്ളതാണെങ്കിലും വേറെ കുഞ്ഞുങ്ങളുടെ അമ്മമാരുടെയൊക്കെ അവസ്ഥ ഇത് തന്നെയാണ്. നമ്മൾ കുറച്ച് മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് മെഡിസിൻ വാങ്ങാനുള്ള പൈസ ഉണ്ടായെന്ന് വരില്ല. പക്ഷെ ഡോക്ടറൊക്കെ മാക്സിമം നമ്മളെ സഹായിക്കുന്നുണ്ട്. പക്ഷെ അവർക്കും ഒരു പരിധിയുണ്ട്. വേറെ മെഡിസിൻ ഇവിടെ ഇല്ലാത്തതുകൊണ്ട് പുറത്തുനിന്ന് തന്നെ എഴുതി തന്നേ പറ്റത്തുള്ളൂ. കുഞ്ഞിനൊരു ട്യൂബ് 8000 രൂപയുടെ ഒരു ട്യൂബ് വാങ്ങേണ്ട ഒരു സാഹചര്യം വന്നില്ലേ? അന്നും ഇതുപോലെ തന്നെ കയറി ഇറങ്ങിയിട്ട് ഒരെണ്ണമാണല്ലേ കിട്ടിയത്? ഞാൻ ആദ്യം ചെന്നപ്പോൾ PRO മാഡം കാണാൻ പോലും അപ്പൊ ഫണ്ടില്ലാന്നാ പറഞ്ഞത്. ഫണ്ടില്ലാന്ന് പറഞ്ഞിട്ട് ഞാൻ പിറ്റേ ദിവസം സൂപ്രണ്ട് സാറിനെ ഒരു ദിവസം കൂടെ കഴിഞ്ഞ് സൂപ്രണ്ട് സാറിനെ ചെന്ന് കണ്ട്. അപ്പൊ സാറിന് ഇവിടെ ഫണ്ടില്ലാത്തതുകൊണ്ട് ഒരെണ്ണമാണ് അനുവദിക്കാൻ പറ്റി. എനിക്ക് 2 കുഞ്ഞുങ്ങളാണ് വെന്റിലേറ്ററിലുള്ളത്. മെഡിസിനൊക്കെ ഞാൻ പറഞ്ഞു മെഡിസിനൊക്കെ ഞങ്ങൾ പുറത്തുനിന്ന് വാങ്ങുന്നുണ്ട്, അതിനൊരു കുഴപ്പവും ഞങ്ങൾ വരുത്തത്തില്ല, കാരണം ഞങ്ങളുടെ കുഞ്ഞുങ്ങളാണ്, ഞങ്ങൾ എവിടെ നിന്നാണെങ്കിലും ശരിയാണ്. പക്ഷെ ആ ട്യൂബിനുള്ള പൈസ ഇല്ലാന്ന് പറഞ്ഞു. അത് ഞാൻ പ്രസവിച്ചിട്ട് ഇത്രയും ദിവസമായി ഞാൻ അവിടെ അത്രയും നേരം നിന്നിട്ട് അവർ ഒരെണ്ണമേ റെഡിയാക്കി തന്നത്. അപ്പം ഞാൻ 2 പേർക്കും വേണമെന്ന് പറഞ്ഞു. അപ്പം മേഡം ആ രീതിക്ക് തന്നെ പറഞ്ഞു 2 പേർക്കും വേണം. കാരണം എനിക്ക് ഞാൻ പറഞ്ഞു ഇനി മുന്നോട്ട് പോകാൻ പറ്റില്ല എന്ന് തന്നെയാണ് പറഞ്ഞത്. പക്ഷെ അവർ ഒരാൾക്കുള്ളതേ തന്നോളൂ. പിന്നെ ഒരാൾക്ക് വേണ്ടിയിട്ടുള്ളതിന് വേണ്ടി ഞാൻ ഇന്നലെ മെനങ്ങാന്ന് ചെന്ന് അപ്പോൾ സാർ അവിടെ ഇല്ലയെന്ന് പറഞ്ഞു. ഇന്നലത്തേക്ക് സാറില്ലെന്ന് പറഞ്ഞു. ഇന്നത്തേക്ക് ചെല്ലാൻ പറഞ്ഞു. സൂപ്രണ്ടാണോ? ആ സൂപ്രണ്ട് സാറിന് ഇന്നത്തേക്ക് കാണാൻ ചെല്ലാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതുവരെ ഇവിടെ ഫണ്ടില്ലാത്തത് കൊണ്ട് തന്നെയാണ് തരാൻ ബുദ്ധിമുട്ട് കാണിക്കുന്നത്. ഗായത്രിക്ക് ഇന്നത്തെ ദിവസം എത്ര രൂപ ചെലവിനായിട്ട് വേണം? ഇന്നത്തെ ദിവസമല്ല, എല്ലാ ദിവസവും ഒരു മെഡിസിൻ പുറത്തുനിന്നാ. കഫേന്ന് പറഞ്ഞ ഒരു മെഡിസിൻ പുറത്തുനിന്നാ. എന്ത് വിലയുണ്ട് അതിന്? 520. ഓരോരുത്തർ ചെല്ലുമ്പോൾ ഓരോ റേറ്റാ. 520 ആ റേറ്റാണ് പറയുന്നത്. 520 വെച്ചിട്ട് 2 ml 2 എണ്ണം എനിക്ക് വാങ്ങേണ്ടത്. 2 കുട്ടികളുണ്ട്, അപ്പോൾ 2 എണ്ണം വാങ്ങണം. കുട്ടികളുടെ ഒരു ആരോഗ്യസ്ഥിതി എങ്ങനെയാണ്? ഇപ്പോൾ അവർ മെച്ചപ്പെട്ട് വരുന്നുണ്ട്. പക്ഷെ അതിനനുസരിച്ച് നമ്മൾ മെഡിസിൻ കൊടുത്തോണ്ടേ ഇരിക്കണം. ഒരു 15 ദിവസം കൂടി സെയിം മെഡിസിൻ തന്നെയാണ് കൊടുക്കേണ്ടത്. എത്ര ദിവസം ഇവിടെ തുടരേണ്ടി വരുമെന്നാ പറയുന്നത്? ഡോക്ടറിന് ഇതിപ്പം 27ാമത്തെ ആഴ്ച ജനിച്ചതുകൊണ്ട് 32 ആഴ്ച വരെ നമ്മളിവിടെ നിൽക്കണം. അതിനനുസരിച്ച് കുഞ്ഞുങ്ങൾ ഇമ്പ്രൂവ് ആകുമ്പോൾ മാത്രമേ എൻ്റെ കയ്യിലോട്ട് അവർക്ക് തരാൻ പറ്റത്തുള്ളൂ. മാക്സിമം അവരുടെ ഭാഗത്തുനിന്ന് ഡോക്ടറിന്റെ ഭാഗത്തുനിന്ന് എല്ലാ സപ്പോർട്ടും കിട്ടുന്നുണ്ട്. ചെയ്യാൻ പറ്റുന്ന കാര്യം അവരും പറയുന്നത് നമുക്ക് ഇവിടുന്ന് ഫണ്ട് അനുവദിച്ചാൽ മാത്രമേ അവർക്ക് മുന്നോട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ.
അപ്പം അതിന് വേണ്ടിയിട്ടാണ് ലെറ്ററും കാര്യങ്ങളൊക്കെ അപ്പം തന്നെ ഞങ്ങൾ പറയുമ്പോൾ തന്നെ മാഡം തരുന്നുണ്ട്. അതാണ്, അതായത് ഈ പദ്ധതി പറയുന്നത് പ്രകാരം ഇവർക്ക് ബ്ലഡ് ടെസ്റ്റുകൾ ഉൾപ്പെടെയുള്ള എല്ലാ ടെസ്റ്റുകളും സൗജന്യമായി അമ്മയ്ക്കും കുഞ്ഞിനും വേണ്ട ചികിത്സയ്ക്ക് നൽകണമെന്നുള്ളതാണ്. മാത്രമല്ല കുട്ടിക്ക് ഇപ്പോൾ ഇവിടെ നടക്കുന്ന ഈ ടെസ്റ്റുകളും മരുന്നുകൾക്കും അപ്പുറത്തേക്ക് അമ്മയും കുഞ്ഞും ഡിസ്ചാർജായി വീട്ടിലേക്ക് പോകുമ്പോൾ വാഹന സൗകര്യം ഉൾപ്പെടെ ഏർപ്പാട് ചെയ്ത് അതിന്റെ പണമടക്കം ഏത് ആശുപത്രിയിലാണോ ചികിത്സ തേടുന്നത് ആ ആശുപത്രി അത് വഹിക്കണമെന്നുള്ളതാണ്. അതായത് ആരോഗ്യ വകുപ്പ് നൽകുന്ന നിർദ്ദേശാനുസരണം തന്നെ ആശുപത്രി അധികൃതർ അത് വഹിക്കണമെന്നുള്ളതാണ്. പക്ഷേ അത്തരത്തിലുള്ള പരിശോധനകൾ, ലാബ് ടെസ്റ്റുകൾ ഏതെങ്കിലും സൗജന്യമായി കിട്ടുന്നുണ്ട്? ലാബ് ടെസ്റ്റുകൾ ഇവിടെ കിട്ടുന്നത് മാത്രമല്ല, തൈറോയ്ഡ് പോലുള്ള വലിയ ടെസ്റ്റുകളൊക്കെ നമ്മൾ പുറത്തുനിന്ന് തന്നെയാണ് ചെയ്യേണ്ടത്. അല്ലാണ്ട് മാത്രമേ കുറച്ച് ഇവിടെ നിന്നും ചെയ്യും, ബാക്കി നമ്മൾ പകുതി അവിടെ നിന്നും ചെയ്യും, പുറത്തോട്ട് ചെയ്യേണ്ടി വരും. ഡോക്ടറുടെ കൂടെ സഹായത്തിന് ആരെങ്കിലും ഉണ്ടോ? ഇപ്പം അമ്മയാണ് കൂടെ നിൽക്കുന്നത്. ഹസ്ബൻഡ് മൊത്തം നിൽക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ ചേട്ടൻ നിന്ന് കഴിഞ്ഞാൽ പിന്നെ ഇവിടെ നമ്മൾ ഡെയിലി ഉള്ള എമൗണ്ട് ശരിയാവില്ല. അപ്പം എൻ്റെ അമ്മയ്ക്ക് നല്ല പ്രായമുണ്ട്, അപ്പം അമ്മ തന്നെ എൻ്റെ കൂടെ നിൽക്കുന്നത്. അപ്പം അമ്മ നിൽക്കാത്ത സ്ഥലം ഈ ടെസ്റ്റ് ചെയ്യുന്ന സ്ഥലത്ത് ചെല്ലുമ്പോൾ പറഞ്ഞില്ലേ നിങ്ങൾ ഈ JSSK ഉള്ളവരാണെന്ന്? അല്ല, പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർക്കും ഫണ്ട് നമ്മൾ കൊടുത്തേ പറ്റും. പുറത്തുനിന്നായതുകൊണ്ട് നമ്മൾ എമൗണ്ട് കൊടുത്തേ പറ്റത്തുള്ളൂ. ബില്ല് പേ ചെയ്യാതെ നമ്മൾ കുട്ടിക്ക് വാങ്ങുന്ന ഷുഗറിന്റെ സ്ട്രിപ്പ് അടക്കമുള്ളവ ഒരു ദിവസം എത്ര സ്ട്രിപ്പ് വാങ്ങേണ്ടി വരുന്നുണ്ട്? ഒരാൾക്ക് 5 എണ്ണം. ഒരാൾക്ക് 5 എണ്ണം വെച്ച് 2 കുട്ടികൾക്ക് 10 എണ്ണം വാങ്ങേണ്ടി വരും. ഒരെണ്ണത്തിന് എത്ര രൂപ വില വരുന്നുണ്ട്? 10 രൂപ. 10 രൂപ വില. ആ 10 രൂപയുടെ സ്ട്രിപ്പ് പോലും ഗായത്രി കൊണ്ട് പുറത്തുനിന്നാണ് വാങ്ങിപ്പിക്കുന്നത്. ഞങ്ങൾ പുറത്തുനിന്ന് തന്നെ എഴുതി തന്നിട്ട് പുറത്തുനിന്ന് തന്നെ വാങ്ങുന്നത്. സർക്കാർ കാണേണ്ടതാണ്. കാരണം ഈ അമ്മയ്ക്ക് 10 രൂപയുടെ ഒരു സ്ട്രിപ്പ്, അതായത് കുട്ടികളുടെ ഷുഗർ പരിശോധിക്കുന്നതിന് വേണ്ടിയുള്ള 10 രൂപയുടെ ഒരു സ്ട്രിപ്പ് പോലും ഇവർക്ക് ഇവിടെ നിന്ന് അനുവദിച്ചില്ല എന്നുള്ളതാണ്. അതിനുവേണ്ടി പുറത്തേക്ക് പോകേണ്ടി വരുന്ന ദിവസേന 10 സ്ട്രിപ്പുകൾ വീതം വേണ്ട 2 കുട്ടികളുടെ അമ്മമാരാണ് ഇവര്. അവർക്കാണ് അത്തരത്തിൽ ഒരു സ്ട്രിപ്പിന് പോലും പണമില്ലാതെ, അതായത് ഒരുപാട് വിലയേറിയ ജീവനരക്ഷാ ഉപകരണങ്ങൾക്കാണ് നൽകാൻ കഴിയാത്ത സാഹചര്യമുണ്ട് എന്നൊരു ആ രീതിയിലുള്ള ഒരു മറുപടി കിട്ടിയാൽ നമുക്ക് പിന്നെയും കുറച്ചുകൂടി അത്രയും വിലയുള്ളതാണല്ലോ എന്നുള്ളൊരു ചിന്തയെങ്കിലും ഉണ്ടാകുമായിരുന്നു. പക്ഷേ 10 രൂപ മുടക്കാനുള്ള ഒരു സ്ട്രിപ്പിന് പോലും ഇവരുടെ കയ്യിൽ നിന്ന് വാങ്ങുന്നു എന്ന് പറഞ്ഞാൽ അത് ഗുരുതരമായി ഈ പദ്ധതി അട്ടിമറിക്കപ്പെടുന്നു എന്നുള്ളത് തന്നെയാണ്. കാരണം സർക്കാർ ഉറപ്പുവരുത്തുന്ന ഈ അമ്മമാർക്കും കുട്ടികൾക്കും അവർക്ക് ലഭ്യമാകേണ്ട ആ ഒരു പണം, അല്ലെങ്കിൽ അവർക്ക് വേണ്ടി മാറ്റിവെച്ചിരിക്കുന്ന കേന്ദ്ര സർക്കാർ ഉൾപ്പെടെ നൽകി മാറ്റിവെച്ചിരിക്കുന്ന ആ തുക കൃത്യമായി ഇവരുടെ കൈകളിലേക്ക് ലഭ്യമാകുന്നില്ല, അല്ലെങ്കിൽ അതിന്റെ ഗുണഭോക്താക്കളാകേണ്ട ഈ അമ്മമാർക്ക്, ഈ സ്ത്രീകൾക്ക് അത് ലഭിക്കുന്നില്ല. നിരാലംബരായ ഇവരെ പരിഗണിക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും അതിനകത്ത് ക്രൂരമായ കാര്യം. ഗായത്രി പറയുന്നത് പോലെ തന്നെ അതിനുള്ളിലുള്ള ഡിപ്പാർട്ട്മെന്റിലെ ഡോക്ടർമാർ ഉൾപ്പെടെയുള്ളവർ ഒരുപാട് സഹായിക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ അവരുടെ കൈകൾക്കും അപ്പുറമാണ്, അവർക്ക് സഹായിക്കാൻ പറ്റുന്നതിനും അപ്പുറമാണ് കാര്യങ്ങൾ എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. ഫണ്ടില്ല എന്നുള്ള മറുപടി വിവരിക്കുമ്പോൾ നമ്മൾ ഇന്നലെ NRHMന്റെ ഉദ്യോഗസ്ഥരുമായി ബന്ധപ്പെട്ടിരുന്നു. അവർ പറയുന്നത് ആലപ്പുഴ മെഡിക്കൽ കോളേജുമായി ബന്ധപ്പെട്ട ചില പണം നൽകാനുണ്ട്. അതായത് 2023-24 കാലയളവിലെ തുക കുറച്ച് നൽകാനുണ്ട്. അത് പിന്നീട് മറ്റു തുക നൽകുമ്പോൾ ആ ഒരു കുറവ് ഇതിനെ ബാധിക്കുന്നുണ്ട് എന്നുള്ള രീതിയിൽ ഫണ്ട് നൽകുന്നതിനെ സംബന്ധിച്ച് NRHM ഉദ്യോഗസ്ഥരും പറയുന്നുണ്ട്. സംസ്ഥാന വിഹിതം കൃത്യമായി ഇതിനകത്തേക്ക് വരുന്നില്ല എന്നുള്ള ആരോപണവും, അതായത് 40% കേന്ദ്രം നൽകുമ്പോൾ 40% നൽകേണ്ട സംസ്ഥാന വിഹിതം അതിനകത്തേക്ക് വരുന്നില്ല എന്നുള്ള ആരോപണവും പരാതികളും നിലനിൽക്കുന്നതിനിടയിലാണ് അമ്മയും കുഞ്ഞും പദ്ധതി, അതായത് സംസ്ഥാനത്തെ മറ്റ് പദ്ധതികൾ അല്ലെങ്കിൽ ശരണ്യ സ്നേഹജൻ, ശരണ്യ, ഇതിപ്പോൾ നമ്മൾ കണ്ടു ഒരു 10 രൂപയുടെ സ്ട്രിപ്പ് പോലും ഇവർക്ക് സൗജന്യമായി നൽകാൻ കഴിയാത്ത ഒരു സൗജന്യ ചികിത്സാ പദ്ധതിയുമായിട്ടാണ് ആരോഗ്യവകുപ്പ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. നിർധനരായ ഇവർ എന്ത് ചെയ്യണമെന്നറിയാതെ പകച്ചു നിൽക്കുന്ന ഒരു അവസ്ഥയാണ്. ഈ കേന്ദ്ര സർക്കാരിന്റെ വിഹിതം, അതേക്കുറിച്ച് നമ്മൾ പറഞ്ഞു വരികയായിരുന്നു. ഈ സംസ്ഥാന സർക്കാരിന്റെ വിഹിതവും കൃത്യമായി ഇവിടെ എത്തുന്നില്ല എന്നത് തന്നെയല്ലേ സാഹചര്യം? ഈ ആശുപത്രി സൂപ്രണ്ട് അടക്കം ഈ വിഷയത്തിൽ എങ്ങനെയാണ് ഇടപെട്ടിട്ടുള്ളത്? ഈ ദുരവസ്ഥ ആരോഗ്യവകുപ്പിന് മുന്നിലേക്ക് അവർ എത്തിച്ചിട്ടില്ലേ, അതോ എത്തിക്കാൻ നിരന്തരം ശ്രമിച്ചു? ഇപ്പോൾ ഡോക്ടർ ഹാരിസ് പറഞ്ഞതുപോലെ തന്നെ നടന്ന് ചെരുപ്പ് തേയുന്ന അവസ്ഥയായപ്പോൾ അവസാനം മിണ്ടാതിരിക്കുകയാണോ ചെയ്യുന്നത്? എന്താണ് സൂപ്രണ്ട് അടക്കമുള്ള അധികൃതർ ഈ വിഷയത്തിൽ പറയുന്നത്?
ഗായത്രിയുടെ കേസിനകത്ത് ഗായത്രി മാത്രമല്ല നമ്മുടെ മുന്നിലേക്ക് ബിജി എന്നൊരു അമ്മയും ഇന്നലെ വന്നിരുന്നു. അവർ രണ്ടുപേരുമാണ് ആ ആശുപത്രിക്കകത്ത്. കാരണം ഇവിടെ കുട്ടികൾ ചികിത്സയിൽ കൂടി ഇരിക്കുകയാണ്. ധൈര്യത്തോടു കൂടി കാര്യങ്ങൾ തുറന്നു പറയാനായി വന്നത്. വേറെ ഒന്നുമല്ല, ധൈര്യത്തോടെ വന്നതൊന്നുമല്ല, അവരുടെ നിവർത്തികെട്ട സാഹചര്യം കൊണ്ട് ഇനി മുന്നോട്ട് പോകാനാകില്ല, ഇത് അഡ്രസ് ചെയ്യപ്പെട്ടില്ലെങ്കിൽ തങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടില്ല എന്ന പൂർണ്ണ ബോധ്യത്തോടു കൂടിയാണ് ഇവർ വന്നത്. നമ്മൾ മെഡിക്കൽ കോളേജ് സൂപ്രണ്ടിനെ ബന്ധപ്പെട്ടിരുന്നു. അദ്ദേഹം ഇന്നലെ തിരുവനന്തപുരത്ത്, ഇവിടെ ഉണ്ടായിരുന്നില്ല, തിരുവനന്തപുരത്താണെന്ന് പറഞ്ഞു. ഇന്ന് രാവിലെ നമ്മൾ അദ്ദേഹത്തെ വിളിച്ചപ്പോഴും നമുക്ക് അദ്ദേഹത്തെ ഫോണിൽ കിട്ടിയിട്ടില്ല. പക്ഷേ അതേ സമയം തന്നെ NRHMന്റെ ചുമതലയുള്ള, അതായത് ഈ അമ്മയും കുഞ്ഞും പദ്ധതി നടപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള ചുമതലയുള്ള ഡോക്ടർ കോശിയുമായി നമ്മൾ സംസാരിച്ചിരുന്നു. അദ്ദേഹം പറഞ്ഞത് ഇവരുടെ കാര്യം, ഇവരുടെ കാര്യത്തിലുള്ള ഇടപെടൽ നടത്താമെന്ന് അവർ പറയുന്നതിനോടൊപ്പം പക്ഷേ ഇങ്ങനെയൊരു സംഭവം എങ്ങനെ ഉണ്ടാകുന്നു എന്നുള്ളതിനെ സംബന്ധിച്ചുള്ള ഒരു കൃത്യമായ വിശദീകരണം നൽകാനായി കഴിയുന്നില്ല. പണം മെഡിക്കൽ കോളേജിന് നൽകാറുണ്ട് എന്നുള്ളത് അവർ പറയുന്നു. പക്ഷേ അതേസമയം തന്നെ പെൻഡിംഗ് ഉണ്ട്, പണം നൽകുന്നതിൽ പെൻഡിംഗ് ഉണ്ട്. ആ പെൻഡിംഗ് എത്രയെന്ന് സംബന്ധിച്ചൊരു കൃത്യമായ വിശദീകരണം നമുക്ക് ലഭ്യമായിട്ടില്ല. മാത്രമല്ല കഴിഞ്ഞ ദിവസം ഗായത്രിയുടെ കുട്ടിക്ക് ഒരു ട്യൂബ്, കുട്ടിക്ക് ഒരു ട്യൂബ് വാങ്ങുന്നതുമായി ബന്ധപ്പെട്ട് ഒരു ട്യൂബിന് 8000 രൂപയാണ് വില വന്നത്. അത്തരത്തിൽ 2 ട്യൂബുകൾ കുട്ടിക്കായി 2 കുഞ്ഞുങ്ങൾക്കുമായി വാങ്ങിക്കൊടുക്കേണ്ടതുണ്ട്. ഇവരെ സംബന്ധിച്ചിടത്തോളം ഒരു കാരണവശാലും അത് ചിന്തിക്കാൻ പോലും കഴിയാത്തത്ര തുകയായിരുന്നു. കാരണം ഇപ്പോൾ തന്നെ 16 ദിവസത്തോളമായി ആശുപത്രിയിൽ ഇത്തരത്തിൽ നിരന്തരം പണം മുടക്കി അവര് ഒരു വഴിക്ക് എത്തിക്കഴിഞ്ഞു. കാരണം എന്താ പറയുക, അവരുടെ അവസ്ഥ വളരെ ദയനീയമാണ്. അങ്ങനെ വന്ന സാഹചര്യത്തിൽ ഈ ട്യൂബിന് വേണ്ടി പിന്നീട് ഇവരുടെ ഇടപെടൽ നടത്തുകയും ഒരുപാട് പ്രാവശ്യം കയറിയിറങ്ങുകയും ആ ഡിപ്പാർട്ട്മെന്റിലെ ഡോക്ടർമാർ ഉൾപ്പെടെ സഹായിച്ച് അവരുടെ ഉൾപ്പെടെ പ്രഷറിന്റെ പുറത്ത് ഒരു ട്യൂബ് അനുവദിച്ചു കിട്ടിയല്ലേ? ഒരു ട്യൂബ് അനുവദിച്ച് ഇവർക്ക് കൊടുത്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ 2 ട്യൂബും ഇവർക്ക് കിട്ടേണ്ടതാണ് സൗജന്യമായി, അല്ലേ? 2 കുട്ടികളുണ്ട്. അപ്പൊ 2 കുട്ടികൾക്കും എമർജൻസി ആയിട്ട് വേണമെന്ന് തന്നെ പറഞ്ഞ ട്യൂബായിരുന്നു. എന്തിനു വേണ്ടിയുള്ളതായിരുന്നു അത്? ഫുഡ് ഫീഡ് ചെയ്യാൻ പറ്റില്ലല്ലോ, ഫുഡ് പോകാനും ബ്ലഡ് ഒക്കെ പോകാനും വേണ്ടിയിട്ടുള്ളതാണ് ട്യൂബ് വെച്ചിരുന്നത്. പിക് ലൈൻ എന്ന് പറയും. അതാണ്, അതായത് ഒരു ട്യൂബ് അത്രയും ബുദ്ധിമുട്ടായി ഇവർ കയറി ഇറങ്ങി ഡോക്ടർമാർ ഉൾപ്പെടെ, ഡിപ്പാർട്ട്മെന്റിലെ ഡോക്ടർമാർ ഉൾപ്പെടെ, ഗൈനക്കോളജി ന്യൂബോണിലെ ഡോക്ടർമാർ ഉൾപ്പെടെ ഇവരെ സഹായിച്ചതോടുകൂടി അത്തരത്തിൽ ഒരു ട്യൂബ് ഇവർക്ക് അനുവദിച്ചു. അങ്ങനെയാണെങ്കിൽ തീർച്ചയായും 2ഉം ഇവർക്ക് സൗജന്യമായി കിട്ടേണ്ടതായിരുന്നു. പക്ഷേ നിസ്സഹായരായ ആളുകളെങ്കിലും സഹായിക്കാനുള്ള ഒരു ഇടപെടൽ ഉണ്ടാവണം എന്നുള്ളതാണ്. ഇവർ ആരുടെ മുന്നിലേക്ക് പോകുമെന്നുള്ളതാണ്. കാരണം ഗായത്രിയുടെ അമ്മയും മാത്രമാണുള്ളത്. ബിജിയുടെ ഒപ്പം ആരുണ്ട് ഇവിടെ? ബിജിയുടെ അമ്മ തന്നെ നിൽക്കുന്നത്. ഹസ്ബൻഡും അവിടെ ജോലിക്ക് പോയാലേ അവർ മുന്നോട്ട്, അവരും ഒരു സാമ്പത്തികമായി ഒരുപാട് പിന്നോക്കം തന്നെ നിൽക്കുന്നത്. ഹസ്ബൻഡ് മാത്രം വർക്ക്ഷോപ്പിലെ ജോലിയാണ്, അല്ലേ? വർക്ക്ഷോപ്പിലെ ജോലിയാണ്. അതാണ് നമ്മള് ഗായത്രിക്ക് ഒപ്പം കണ്ട ബിജി. ഇപ്പോ അഭിജിക്ക് ഇറങ്ങി വരാൻ കഴിഞ്ഞിട്ടില്ല. അവിടെ പരിശോധന നടക്കുന്ന ഒരു സമയമായിട്ടുണ്ട്. ഗായത്രിയെ നമുക്ക് ഒഴിവാക്കേണ്ടതായുണ്ട്. കുഞ്ഞിന്റെ അടുത്തേക്ക് പോകണം. ആ ഒരു അവസ്ഥ കൊണ്ടാണ് ഈ അമ്മ ഇത്രയും ഫയലും കേസ് ഷീറ്റുകളുമായി നമ്മളുടെ മുന്നിലേക്ക് വരേണ്ടി വന്നത്. ആശുപത്രിക്കകത്ത് വെന്റിലേറ്ററിലാണ് കുഞ്ഞുങ്ങൾ, അല്ലെ? 2 കുഞ്ഞുങ്ങളും വെന്റിലേറ്റർ. അവിടെ ആ ഒരു സാഹചര്യത്തിൽ നിൽക്കുന്നവരുടെ ഒരു മാനസികാവസ്ഥ കൂടി പരിഗണിക്കേണ്ടതും ഉണ്ട് എന്നുള്ളതാണ്. ഗായത്രി, എന്റെ മാത്രം അവസ്ഥയല്ല, ഇനി വരാൻ പോകുന്ന അമ്മമാർക്കും ഇങ്ങനെ തന്നെയായിരിക്കും. നിവൃത്തി കാണില്ലായിരിക്കും. ഇത്രയും പെട്ടെന്നൊരു എമൗണ്ട് പറയാ. ഡെയിലി മരുന്ന് വാങ്ങാൻ ഇന്നലെ വിജിക്ക് വാങ്ങാൻ പോലും പറ്റിയിട്ടില്ല. ലാസ്റ്റ് രാത്രി ഹസ്ബൻഡ് വന്നിട്ടാ വാങ്ങേണ്ടി പറ്റുന്നത്. അതായത് ഇന്നലെ നമ്മളോട് സംസാരിച്ചു. അതായത് ആര്യ നമ്മളോട് നേരത്തെ ഗായത്രിക്കൊപ്പം തന്നെ മറ്റൊരു അമ്മയെ നമ്മൾ കണ്ടിരുന്നു. ബിജിയുടെ കുട്ടിക്കായി എഴുതി കൊടുത്ത മരുന്ന് അവർക്ക് വാങ്ങാൻ കഴിയാത്തൊരു സാഹചര്യമാണ്. ഭർത്താവ് വർക്ക്ഷോപ്പിൽ ജോലി ചെയ്യുന്ന ഒരാളാണ്. അദ്ദേഹം എത്തിയ രാത്രിക്ക് ശേഷമാണല്ലേ മരുന്ന്? രാത്രിയാണ് പിന്നെ വാങ്ങിച്ചുകൊണ്ട് കൊടുത്തത്. അതുപോലെയാണ് എല്ലാവരുടെയും അവസ്ഥ. എന്റെ മാത്രമല്ല, എല്ലാവരുടെയും അവസ്ഥ. ഡെയിലി ഒരു 700 രൂപയ്ക്ക് തരികയാണെങ്കിൽ നമ്മളിവിടെ നിൽക്കുന്ന അതിൻ്റെതായ ബുദ്ധിമുട്ടുകൾ എല്ലാവർക്കും ഉണ്ട്. പിന്നെ എനിക്ക് മാത്രമല്ല, എല്ലാ അമ്മമാർക്കും ഇതൊരു ഇതായ ഉപകാരമായി കഴിഞ്ഞാൽ അതുകൊണ്ടല്ലേ നമ്മൾ ഗവൺമെന്റ് ഹോസ്പിറ്റലിലോട്ട് വരുന്നത്. നമ്മുടെ നിവൃത്തികേട് കൊണ്ടല്ലേ നമ്മൾ ഗവൺമെന്റ് ഹോസ്പിറ്റലിനെ ആശ്രയിക്കുന്നത്. അല്ലെങ്കിൽ നമ്മളൊരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ എവിടെയെങ്കിലും നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ചെല്ലില്ലേ. അപ്പോൾ ഇവർ ഓരോന്ന് പറയുമ്പോൾ നമുക്ക് നല്ല സങ്കടമുണ്ട്. കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ടില്ല, ആരുടെ കയ്യിൽ നിന്നാണെങ്കിലും വാങ്ങിച്ചിട്ടാണെങ്കിലും കൊടുക്കും. പക്ഷെ ഇനി അങ്ങോട്ട് മുന്നോട്ട് പോകുമ്പം ഇനിയും ബുദ്ധിമുട്ടാണ്. ഇനിയും വാങ്ങാനായാലും ഹസ്ബൻഡിന് മാത്രമേ ജോലിയുള്ളൂ. അപ്പോൾ ഇനി മുന്നോട്ട് പോകുമ്പം ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ എങ്ങനെയാണ് ഇനി 15 ദിവസം മുന്നോട്ട് പോകേണ്ടതെന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല. അപ്പം അതുകൊണ്ട് മാത്രം ഇപ്പം ഇങ്ങനെ ഇറങ്ങി വന്നിട്ടാണെങ്കിലും നല്ല പേടിയുണ്ട്. അല്ലാതെ കുഞ്ഞുങ്ങൾ അവിടെ ഇരിക്കുമ്പോൾ എന്തായിരിക്കും ഇവിടുന്ന് ഉള്ളതെന്ന് നല്ല പേടിയുണ്ട്. എന്നിട്ട് ഞാൻ വന്ന് പറഞ്ഞു, എന്നെപ്പോലെ ഒരുപാട് അമ്മമാരതിനകത്തുണ്ട്. ഇപ്പോൾ ഓരോന്ന് പറയുമ്പോൾ കരഞ്ഞുകൊണ്ട് പോകുന്ന ഒരുപാട് അമ്മമാരുണ്ട് അവിടെ. അവർക്കെല്ലാം വേണ്ടിയിട്ട് ആണ് ഞാൻ സംസാരിച്ചത്. ചിലർക്കൊക്കെ വരാനും പേടിയുണ്ട്. ഇങ്ങോട്ട് വന്ന് സംസാരിക്കുമ്പോൾ ഇനി എന്താകും ഇനി അടുത്ത്. അപ്പോൾ എല്ലാവർക്കും വേണ്ടിയിട്ടാണ്, എല്ലാവർക്കും ഒരു ഇതാവാൻ വേണ്ടിയാണ് ഞാൻ സംസാരിക്കുന്നത്.
അതാണ് അത് ഗായത്രി ഒരു ഘട്ടത്തിലും ഇവിടെയുള്ള ഡോക്ടർമാരെയോ മറ്റുള്ളവരെയോ പഴിചാരുന്നില്ല. അവർ പരമാവധി ഗായത്രി സഹായിക്കാൻ ശ്രമിക്കുന്നുണ്ട്. പറഞ്ഞ ഉടനെ തന്നെ മാം എനിക്ക് ലെറ്ററൊക്കെ എഴുതി തന്നു. മാമിന്റെ കൈപ്പടെ തന്നെ അപ്പം തന്നെ എഴുതി തന്നു. അല്ല അവർക്ക് അതൊക്കെ മാക്സിമം ചെയ്യാൻ പറ്റും. സൂപ്രണ്ടിന് നൽകുന്നതിന് വേണ്ടിയല്ലേ? പിന്നെ എന്തെങ്കിലും നമ്മൾ ചെറുതായിട്ടൊക്കെ അവർക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാണ്ട് ഫണ്ട് ഇത്രയും വലിയ ഫണ്ടൊക്കെ അവർക്കും എന്ത് ചെയ്യണമെന്ന് അവർക്കും അറിയാം. ഇതുവരെ എത്ര രൂപയോളം ആയിട്ടുണ്ട് കുഞ്ഞിന്റെ ചികിത്സയ്ക്ക് ഇവിടെ നൽകിയിട്ട് വന്നിട്ടുണ്ട്? ഏകദേശം എനിക്കും കുഞ്ഞിനുമായിട്ട് 50-ഓളം ചിലവായിട്ടുണ്ട്. 50,000 രൂപയ്ക്ക് മേളിലായി. ഞാനും ഇവിടെ കിടക്കുക തന്നെ ഒരു മാസമായിട്ട്. അപ്പം നമുക്ക് ചിലപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുമ്പോഴത്തേക്ക് നമുക്ക് എൻ്റെ അമ്മയും മാത്രമേ ഫുഡ് വാങ്ങാൻ പറ്റില്ല. ചിലപ്പോൾ നമുക്ക് ആ സമയം പുറത്തുനിന്ന് ഫുഡ് വാങ്ങേണ്ടി വരും. അപ്പം അങ്ങനെയൊക്കെ ഇന്നലെ എല്ലായിടും അങ്ങോട്ടും ഇങ്ങോട്ടും പോയി നമുക്ക് ഫുഡ് ചിലപ്പം പുറത്തുനിന്ന് വാങ്ങണം. അങ്ങനെയുള്ള സിറ്റുവേഷൻ ഫുഡിൻ്റെ കാര്യവും നമ്മൾ അങ്ങനെ വരാറുണ്ട്. എല്ലാം കൂടെ നമുക്ക് മാനേജ് ചെയ്യുമ്പോഴത്തേക്ക് നല്ല എമൗണ്ട് ആവുന്നുണ്ട്. ഈ അവസാന ഘട്ടത്തിൽ മാത്രമേ സൂപ്രണ്ടിൻ്റെ അടുത്തോട്ട് ഞാൻ പോയിട്ടുള്ളൂ. അല്ലാണ്ട് ഇത്രയും ദിവസം നിന്നപ്പം ഞാൻ എവിടെയോട്ടും പോയിട്ടില്ല. ആരോടും സംസാരിച്ചില്ല. അവർ തരുമ്പോൾ അപ്പം തന്നെ എങ്ങനെയാണെങ്കിലും അറേഞ്ച് ചെയ്ത് പറയുന്ന സമയത്ത് കൊടുക്കാം. പക്ഷെ ഇപ്പം ഞങ്ങളെ കൊണ്ട് മുന്നോട്ട് പോകാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ വന്നതുകൊണ്ടാണ് എല്ലാവരെയും ആശ്രയിക്കാൻ വേണ്ടിയിട്ട്. ഒരുപാട് അമ്മമാരകത്തുണ്ടല്ലേ? ഒരുപാട് അമ്മമാർ, പറയാത്ത ഒരുപാട് അമ്മമാരുണ്ട് അകത്ത്. ഇതുപോലെ കരഞ്ഞ് എന്നെ പോലെ നിൽക്കുന്ന ഒരുപാട് അമ്മമാരുണ്ട് ഇതിനകത്ത്. ചിലപ്പം അവർക്കും പറയാൻ ആരോട് പറയണം എങ്ങനെ പറയണമെന്നറിയാതെ നിൽക്കുന്ന ഒരുപാട് അമ്മമാരുണ്ട് ഇതിനകത്ത്. അതാണ് ഗായത്രി. എന്തായാലും ന്യൂസ് 8 അത്തരം ഒരു ഇടപെടൽ നടത്തും എന്നുള്ളത് തന്നെയാണ്. സമാധാനമായിരിക്കും, കുഞ്ഞുങ്ങളും സുരക്ഷിതമായിരിക്കും. ഈ കാര്യങ്ങൾ തുറന്നു പറഞ്ഞു എന്നതുകൊണ്ട് ഏതെങ്കിലും തരത്തിൽ ഉപദ്രവിക്കപ്പെടുമെന്ന് ഭയക്കണം. അവിടെ ഡോക്ടർമാരുടെ ഭാഗത്തുനിന്ന് അങ്ങനെ ഒരു പേടിയല്ല. എന്നാലും നമുക്കുള്ളിലൊരു ഭയം കാണുമല്ലോ. എല്ലാവർക്കും ഇറങ്ങി വരാനൊരു പേടിയുണ്ട്, എന്ന് വന്ന് പറയാനൊരു പേടിയുണ്ട് എല്ലാവർക്കും. അവിടെ നിന്ന് പോലും ഒന്ന് തിരിച്ച് അങ്ങനെ സംസാരിക്കാൻ പോലും അവിടെ ചെന്നൊരു പേടിയുള്ള ആളുകളാണ് എല്ലാവരും സാധാരണക്കാരില്ല. അവരുടെ മനസ്സിലൊരു പേടി വരില്ലേ നാളെ എന്തെന്നുള്ളതിന്റെ. അതാണ് അത്. പ്രസവം കഴിഞ്ഞിട്ട് ദിവസങ്ങൾ മാത്രമായ ഒരു അമ്മയാണ്. ഒരുപാട് സമയം നിർത്താനും ഒന്നും കഴിയില്ല. അതിന്റെ ഒരു ഗതികേട് കൊണ്ട് ഇവിടെ എത്തി നമ്മളുടെ മുന്നിലേക്ക് കാര്യങ്ങൾ അവതരിപ്പിച്ചതാണ്. എന്തായാലും ഗായത്രിയെ നമുക്ക് തിരികെ അയക്കാൻ അറിയാം. കാരണം കുഞ്ഞുങ്ങൾ 2 പേര് അകത്ത് വെന്റിലേറ്ററിലാണ്. മാത്രമല്ല ഗായത്രിക്ക് വിശ്രമം വേണ്ട ഒരു സമയം കൂടിയാണ്. വിശ്രമമൊന്നും കിട്ടിയിട്ടില്ല. അങ്ങനെ ഒരു വിശ്രമം ഇവിടെയുള്ള ഒരമ്മമാർക്കും വെന്റിലേറ്ററിൽ കിടക്കുമ്പോൾ കിട്ടത്തില്ല. അവർക്കപ്പം ഇങ്ങനെ ഓടിക്കൊണ്ടേയിരിക്കണം എല്ലാ കാര്യത്തിനും. എല്ലാ അമ്മമാരുടെ അവസ്ഥ ഞാൻ കാണുന്ന ഒരമ്മമാരും ഇങ്ങനെ കിടന്നിട്ടൊന്നുമില്ല ഇവിടെ. വിജയാണെങ്കിലും ഞാനാണെങ്കിലും ഞങ്ങൾക്ക് അങ്ങോട്ട് ഓടി ചെല്ലാൻ ഞങ്ങൾ തന്നെ ചെല്ലേണ്ടി വരുമല്ലോ. കുഞ്ഞുങ്ങളുടെ കാര്യമില്ലേ. പിന്നെ വിശ്രമമൊന്നും ഇത്രയും ദിവസത്തിനിടെ ഒരു സമയം പോലും കിട്ടിയിട്ടില്ല. ഒരു കൊച്ചുകുട്ടിയുണ്ട് കൂടെ. ആ കൊച്ചു കുഞ്ഞും ഗായത്രിയുടെ അമ്മയും. അമ്മ തയ്യൽ തൊഴിലാളിയാണ്. അമ്മയ്ക്കും ഇത്രയും ദിവസമായിട്ട് ഒരു തൊഴിലും എടുക്കാൻ പറ്റിയിട്ടില്ല. പിന്നെ ഗായത്രിയാണുള്ളത്. അമ്മ കുഞ്ഞിനെ നോക്കുമ്പോൾ ഈ കേസ് ഷീറ്റുമായിട്ട് പലതവണ നമ്മൾ പലയിടങ്ങളിലായി പുറത്തെ മെഡിക്കൽ സ്റ്റോറുകളിലും ലാബുകളിലും ഒക്കെയായി ഓടി നടക്കുന്ന ഗായത്രിയെ നമ്മൾ കണ്ടിട്ടുണ്ട്. സങ്കടകരമാണ് അവസ്ഥ. സർക്കാർ ഈ അവസ്ഥ കാണാതെ പോകരുത്. പാവപ്പെട്ട ദയനീയമായ സാഹചര്യത്തിലൂടെ കടന്നുപോകുന്ന നിരാലംബരായ സ്ത്രീകളാണ് നമ്മളോടൊപ്പം. ഗായത്രി മടങ്ങിക്കോളും. അതാണ്, എന്തെങ്കിലും ഒരു സഹായം സർക്കാരിന്റെ ഭാഗത്തു നിന്നൊരു ഇടപെടൽ ഉണ്ടാകുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഇപ്പോൾ ആര്യ നമ്മളോടൊപ്പം ആശുപത്രിയിലെ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിലുള്ള യുഎം കബീർ നമ്മളോടൊപ്പം ഉണ്ട്. അദ്ദേഹമാണ് ഇന്നലെ ഗായത്രിയുടെ ഒരു ദുരവസ്ഥ നമ്മളോട് പറഞ്ഞത്. അവർ ഒരു ഇടപെടൽ നടത്താൻ ശ്രമിച്ചു. എങ്ങനെയെങ്കിലും ഒരു ഈ ട്യൂബും മരുന്നുകളും ഒക്കെ ഒന്ന് സൗജന്യമാക്കി കൊടുക്കുന്ന ഇത് അപേക്ഷിക്കേണ്ട ആവശ്യമില്ല. അവർക്ക് അർഹതപ്പെട്ട, അവർക്ക് കിട്ടേണ്ട, ഇന്ത്യയിലെ ഓരോ സ്ത്രീകൾക്കും കുട്ടികൾക്കും കിട്ടേണ്ട ഒരു പദ്ധതിയുടെ ഭാഗമായി ഉള്ള ആളുകളാണ്. അവരുടെ പണം അത് കൃത്യമായി അവർക്ക് ലഭിക്കുന്നില്ല എന്ന് പറയുന്നത് ഗുരുതരമായ കുറ്റമാണ് എന്ന് തന്നെ പറയാം. കബീർക്ക് ഈ ആശുപത്രിയുമായി ബന്ധപ്പെട്ട് താങ്കൾ നിൽക്കുന്ന ഒരാളാണ്. ഗായത്രി പറഞ്ഞത് വളരെ ഗുരുതരമായ ഒരു വിഷയമാണ്. അതായത് നിരവധി അമ്മമാർ ഇതൊന്നും പുറത്തു പറയാൻ കഴിയാത്ത, ഗായത്രിയും ബിജിയും അവിടെയുള്ള അമ്മമാരുടെ പ്രതിനിധികളായിട്ടാണ് നമ്മളുടെ മുന്നിലേക്ക് വന്നതെന്നുള്ളതാണ്. നിരവധി അമ്മമാർ അതിനകത്ത് കണ്ണീർ വാർത്ത ഈ ആശുപത്രിയുടെ ന്യൂബോൺ ഐസിയുവിന്റെ മുന്നിലുണ്ട്. നമ്മുടെ ഈ മെഡിക്കൽ കോളേജുകൾ എന്ന് പറയുന്ന ഒരു മികവുറ്റ കേന്ദ്രമായി മാറേണ്ട മെഡിക്കൽ കോളേജ് ആശുപത്രികൾ ഇന്ന് ഏറെ പ്രതിസന്ധി നേരിടുകയാണ്. ഇപ്പോൾ ന്യൂബോൺ കുട്ടികളുടെ വിഷയത്തിൽ ഇത് കുറെ കാലമായിട്ട് അവർ അഭിമുഖീകരിക്കുന്ന പ്രശ്നമാണ്. കാരണം 18 വയസ്സ് വരെയുള്ള ചികിത്സ അവർക്ക് സൗജന്യമായി ലഭിക്കേണ്ടതാണ്. പക്ഷേ കുറേയേറെ കാലമായിട്ട് ആ ഒരു സൗജന്യ ചികിത്സ നിഷേധിക്കുന്ന ഒരു നടപടിയാണ് ആശുപത്രി അധികൃതർ സ്വീകരിച്ചിട്ടുള്ളത്. കാരണം ഇവിടുത്തെ ഡോക്ടർമാരെയോ നഴ്സുമാരെയോ കുറ്റമായിട്ട് കാര്യമില്ല. കാര്യം സിസ്റ്റം തന്നെ, ആരോഗ്യവകുപ്പിന്റെ പറഞ്ഞാൽ സിസ്റ്റം തന്നെ കുഴപ്പത്തിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അടിയന്തരമായിട്ട് അവർക്ക് ഇപ്പോൾ ഹെൽത്ത് കാർഡ് ഇല്ലാത്ത കുട്ടികളാണല്ലോ, കൊച്ചു കുട്ടികളാണുള്ളത്. അപ്പോൾ മറ്റുള്ള സ്വകാര്യ ഇൻഷുറൻസ് കമ്പനികൾ ആണ് ഇവർ ഈ സാധനങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്.
അവർക്ക് കോടിക്കണക്കിന് രൂപ കൊടുക്കാത്ത സാഹചര്യത്തിൽ അവർ അത്തരം ഇത്തരത്തിലുള്ള സാധനങ്ങൾ, എക്യുപ്മെന്റ്സുകൾ, അതുപോലെ മെഡിസിനൊക്കെ കൊടുക്കുന്നത് അവർ തടസ്സപ്പെട്ടിരിക്കുകയാണ്. അപ്പം അങ്ങനെ തടസ്സപ്പെടുമ്പോൾ അതിന്റെ ഏറ്റവും അധികം അതിന്റെ ഒരു ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത്, കാരണം ഒന്നുമില്ലാത്ത സാധാരണക്കാരായ നിരാലംബരായ ആളുകളാണ് ഈ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തുന്നത്. അപ്പൊ അവർ വളരെയേറെ പ്രയാസം അനുഭവിക്കുകയാണ്. ഈ അമ്മയും കുഞ്ഞും പദ്ധതി ഗായത്രിയുടെ വിഷയം ശ്രദ്ധയിൽപ്പെട്ടിരുന്നു അല്ലേ? ശ്രദ്ധയിൽപ്പെട്ടിരുന്നു. അങ്ങനെ ഗായത്രി പലതവണ സമീപിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. തവണ സമീപിച്ചിരുന്നു. അത് ഗായത്രി മാത്രമല്ല, ഒത്തിരി ഗായത്രിമാര് നമ്മുടെ ഈ മെഡിക്കൽ കോളേജിൽ ഇതുപോലെ പ്രസവവുമായിട്ട് ബന്ധപ്പെട്ട് മറ്റ് ചികിത്സയുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നുണ്ട്. അപ്പൊ അവർക്കൊന്നും നമുക്ക് കാരണം ഗവൺമെന്റ് ഫണ്ട് കൊടുക്കുന്നില്ല എന്നാണ് പറയുന്നത്. കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകൾ ഇത്തരത്തിലുള്ള ഈ ആശുപത്രിക്ക് വേണ്ടി ഫണ്ട് കൊടുക്കുന്നില്ല എന്നാണ് പറയുന്നത്. അങ്ങനെ ഈ പദ്ധതി സുഗമമായി നടന്നു പോകുന്നു എന്നൊരു മിഥ്യാധാരണ പൊതുജനങ്ങൾക്ക് മുന്നിലേക്കുണ്ട് അല്ലെ? ഇല്ലില്ല, അങ്ങനെ നടന്നു പോകുന്ന ധാരണ പൊതുവെ ഉണ്ടെങ്കിലും ഇവിടെ അഡ്മിറ്റ് ആകുന്ന പേഷ്യൻസിനും അവരുടെ ബന്ധുക്കളും അല്ല ഇതിന്റെ നെട്ടോട്ട് ഓടിക്കൊണ്ടിരിക്കുന്നത്. സാമ്പത്തികമില്ലാതെ വളരെ പ്രയാസം അനുഭവിച്ചുകൊണ്ട് അവർ നെട്ടോട്ട് ഓടുകയാണ്. കാരണം ഈ വിഷയം ശ്രദ്ധയിൽപ്പെടുത്തിയോ ഈ സൂപ്രണ്ടിന്റെ അടക്കം? സൂപ്രണ്ടിന്റെ അടക്കം ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. നിരന്തരം ശ്രദ്ധയിൽപ്പെടുത്തുന്നതാണ് ഈ വിഷയം. പണമില്ല എന്നുള്ള കാര്യം അവർ പറയുന്നുണ്ടോ? അതെ അതെ അതെ, പണമില്ലാത്ത ഒരു സാഹചര്യം, കാരണം ഫണ്ടില്ലാത്തതിന്റെ ഒരു പ്രധാനപ്പെട്ട കാരണം തന്നെയാണ് പറയുന്നത്. അതാണ് സാഹചര്യം. എന്തായാലും ഈ വളരെ ഗൌരവമുള്ള ഒരു വിഷയമാണ്. സംസ്ഥാനത്തെ ഏറ്റവും മികച്ച രീതിയിൽ നടന്നു പോകേണ്ട നവജാത ശിശുക്കൾക്കും അമ്മമാർക്കുമായുള്ള പദ്ധതിയാണ് ഇത്തരത്തിൽ കൃത്യമായൊരു ഇടപെടൽ നടത്താതെ പണമടക്കമുള്ള പ്രതിസന്ധി നേരിട്ടുകൊണ്ട് ഇപ്പോൾ ഒരു ഗുരുതരമായ സാഹചര്യത്തിലേക്ക് എത്തി അത് വളരെയധികം ബാധിക്കുന്ന രീതിയിലേക്ക് നിരാലംബരായ സ്ത്രീകളെയും കുട്ടികളെയും ബാധിക്കുന്ന അവസ്ഥയിലേക്ക് എത്തിയിട്ടുള്ളത്. തീർച്ചയായും ശരണ്യ സ്നേഹജനാണ് ആലപ്പുഴയിൽ നിന്ന് വിശദാംശങ്ങളുമായി ചേർന്നത്. ശരണ്യ, പുറം ലോകത്തേക്ക് എത്തിച്ചിരിക്കുന്നത് ആരോഗ്യ മേഖലയിലെ വളരെ ഗുരുതരമായ ഒരു വീഴ്ച, കെടുകാര്യസ്ഥത, അനാസ്ഥയെക്കുറിച്ചുള്ള ഒരു വാർത്തയാണ്. സംസ്ഥാനത്തെ അമ്മമാർക്കും കുഞ്ഞുങ്ങൾക്കുമായാണ് സംസ്ഥാന സർക്കാർ കേന്ദ്ര സർക്കാരിന്റെ വിഹിതത്തോടുകൂടി ഇത്തരത്തിലൊരു സൗജന്യ ചികിത്സാ പദ്ധതി, അമ്മയും കുഞ്ഞും പദ്ധതി നടപ്പാക്കി വരുന്നത്. പക്ഷെ ആ പദ്ധതി പോലും ഇപ്പോൾ അട്ടിമറിക്കുന്ന സാഹചര്യമാണ് ആരോഗ്യവകുപ്പിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത് എന്നുള്ളതാണ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ അമ്മമാർ ഈ വിഷയം പറയുമ്പോൾ അവരുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി രാപ്പകലില്ലാതെ അവർ നെട്ടോട്ടം ഓടുകയാണ്. ആവശ്യത്തിന് ഒരു 10 രൂപയുടെ പ്രമേഹത്തിന് ടെസ്റ്റ് ചെയ്യുന്ന ഒരു സ്ട്രിപ്പ് പോലും എടുക്കാനില്ലാത്ത ആശുപത്രിയിലെ ഒരു അവസ്ഥ എന്താണെന്നൊന്ന് ആലോചിച്ച് നോക്കൂ. ഇത്തരത്തിൽ മുട്ടേണ്ട വാതിലുകളെല്ലാം അവർ മുട്ടിക്കഴിഞ്ഞു. ചെയ്യേണ്ട, അവരെയും കൊണ്ട് ചെയ്യാൻ കഴിയുന്നതൊക്കെ ചെയ്തു കഴിഞ്ഞു. ഈ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ആ അമ്മമാരുടെ വാക്കുകൾ ഇടറുകയാണ്, കണ്ണ് നിറഞ്ഞൊഴുകുകയാണ്. ഈ കണ്ണുനീര് കണ്ടില്ലെന്ന് വെക്കാൻ ആരോഗ്യവകുപ്പിന്, സംസ്ഥാന സർക്കാരിനോ സാധിക്കില്ല എന്ന് ഒരിക്കൽ കൂടി പറയുകയാണ്. ഉറപ്പായും എത്രയും വേഗം നടപടിയെടുക്കേണ്ട, അടിയന്തരമായ നടപടിയെടുക്കേണ്ട ഒരു വിഷയമാണ് ഇതെന്ന് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ് ബന്ധപ്പെട്ട അധികൃതരെ. മടങ്ങിയെത്താം ഇടവേളയ്ക്ക് ശേഷം. മുഖ്യമന്ത്രിയുടെ വിമർശനത്തിന് മറുപടിയുമായി തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ഡോക്ടർ ഹാരിസ് ചിറക്കൽ എല്ലാ വാതിലും കൊട്ടി അടച്ചപ്പോഴായിരുന്നു പ്രതികരിച്ചതെന്ന് ഡോക്ടർ ഹാരിസ് പറഞ്ഞു. തനിക്കെതിരെ കുറ്റപ്പെടുത്തലും നടപടിയും വന്നേക്കാം. താൻ മന്ത്രിയെയും മന്ത്രിസഭയെയും കുറ്റപ്പെടുത്തിയില്ല. സമരങ്ങൾ തന്റെ ഉദ്ദേശശുദ്ധിയെ ബാധിക്കുന്നതായും ഡോക്ടർ ഹാരിസ് പ്രതികരിച്ചു. എല്ലാ മാർഗങ്ങളും കൊട്ടിയടക്കപ്പെട്ടു, എല്ലാ രീതികളിലും പരാജയപ്പെട്ടു കഴിഞ്ഞപ്പോഴാണ് ഞാനത് അതിലേക്ക് പോയത്. അതിന് ശിക്ഷാ നടപടികൾ വരും എന്നെനിക്ക് തീർച്ചയായിട്ടും ഉറപ്പുമുണ്ട്. പ്രശ്നങ്ങൾ ഈ ബ്യൂറോക്രസിയുടെ ഈ മെല്ലപ്പോക്കും ചുവപ്പുനാടയും ഒഴിവാക്കി ഇത് എത്രയും പെട്ടെന്ന് കാര്യങ്ങൾ അടിയന്തരമായിട്ട് ഓരോ ഘട്ടങ്ങളിലും, ഇന്നും മാത്രമല്ല എന്നും അത് പരിഹരിക്കാനുള്ള മാർഗങ്ങൾ ഉണ്ടാവണമെന്നാണ് എൻ്റെ ഒരു അപേക്ഷ. അദ്ദേഹം എൻ്റെ ഒരു ഗുരുനാഥനാണ്. അദ്ദേഹം വളരെ കാലമായിട്ട് അദ്ദേഹത്തിനെ ഞാൻ ഇടതുപക്ഷ സഹയാത്രി എന്നുള്ള നിലയ്ക്ക് നമ്മൾ ആദരിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്ന വ്യക്തിയാണ്. അദ്ദേഹം എന്ത് ചെയ്താലും അദ്ദേഹത്തിനുള്ള ബഹുമാനത്തിന് എനിക്ക് യാതൊരു കുറവുണ്ടാവില്ല. ഡോക്ടർ ഹാരിസ് അഴിമതി തീണ്ടാത്ത ഉദ്യോഗസ്ഥനാണെന്നും അദ്ദേഹത്തെ പോലെ ഒരാൾ ഇന്ത്യയിലെ ഏറ്റവും നല്ല ആരോഗ്യ മേഖലയെ തെറ്റായി ചിത്രീകരിക്കുന്നതിന് കാരണമായെന്നുമായിരുന്നു മുഖ്യമന്ത്രിയുടെ ഇന്നലത്തെ വിമർശനം. അതൊന്ന് കേൾക്കാം. തിരുവനന്തപുരം മെഡിക്കൽ കോളേജുമായി ബന്ധപ്പെട്ട് വന്ന വാർത്തയിലെ തെറ്റായ ഒരാളാണെന്ന് ആരും പറയുന്നില്ല. നല്ല അർപ്പണബോധത്തോടെ ജോലി എടുക്കുന്ന ആളാണെന്ന് തന്നെയാണ് പറയുന്നത്. പൊതുവെ അങ്ങനെയാണ് അഭിപ്രായം നിൽക്കുന്നത്. പക്ഷെ അദ്ദേഹത്തെ ഉപയോഗിച്ചുകൊണ്ട് ഇപ്പൊ നടന്നതെന്താ? ഒരു ഗവൺമെന്റ് സർവന്റ്, നല്ല ആത്മാർത്ഥതയുള്ളയാള്, അർപ്പണബോധത്തോടെ ജോലിയെടുക്കുന്നയാള്, അഴിമതി തീണ്ടാത്തിയാള്, എല്ലാം ആവട്ടെ. പക്ഷേ അത്തരമൊരാള്
ഇന്ന് കേരളത്തിലെ ഇന്ത്യയിലെ ഏറ്റവും നല്ല ആരോഗ്യ മേഖലയെ തെറ്റായി ചിത്രീകരിക്കുന്നതിന് അദ്ദേഹം അത് ഉദ്ദേശിച്ചിട്ടുണ്ടോ എന്നറിയില്ല. പക്ഷെ അതാണ് വന്നിട്ടുള്ളത്. ഇത് നമ്മുടെ മുന്നിൽ അനുഭവ പാഠമായിരിക്കണം. മുഖ്യമന്ത്രിക്ക് പിന്നാലെ ഡോക്ടർ ഹാരിസിന്റെ തുറന്നു പറച്ചിലിൽ തെറ്റിദ്ധാരണ ഉണ്ടാക്കിയെന്ന് ദേശാഭിമാനി മുഖപ്രസംഗം എഴുതി. സർജറിക്ക് ആവശ്യമായ ചില ഉപകരണങ്ങളുടെ അഭാവം ഡോക്ടർ ചൂണ്ടിക്കാട്ടിയപ്പോൾ ഉന്നയിക്കപ്പെട്ട ഒറ്റപ്പെട്ട പ്രശ്നം പരിഹരിച്ചു. എന്നിട്ടും സംസ്ഥാനത്തെ പൊതുജനാരോഗ്യ മേഖലയെ തകർക്കാൻ നീക്കം നടക്കുന്നുവെന്ന് ദേശാഭിമാനി എഡിറ്റോറിയലിൽ പറയുന്നു. സാരംഗ് സുധാകരൻ കൂടുതൽ വിശദാംശങ്ങളുമായി ചേരുകയാണ്. സാരംഗ്, ഈ വിഷയം പൊതുജന മധ്യത്തിലേക്ക് എത്തിക്കുമ്പോൾ തന്നെ ഡോക്ടർ ഹാരിസ് പറഞ്ഞത് തന്റെ ഗതികേട് കൊണ്ടാണ് എന്നുള്ളതാണ്. നടപടി നേരിട്ടാലും കുഴപ്പമില്ല എന്ന് അദ്ദേഹം പറയുകയും ചെയ്തു. പക്ഷെ അതിനപ്പുറം ഇപ്പോൾ അദ്ദേഹം നേരിടുന്ന ഏറ്റവും വലിയ ഗതികേട് എന്ന് പറയുന്നത് താൻ ഇത് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും പിന്തുണ കൊണ്ടോ അല്ലെങ്കിൽ രാഷ്ട്രീയ പ്രേരിതമായോ ആ ഉദ്ദേശത്തോടു കൂടി പറഞ്ഞ കാര്യങ്ങളല്ല. തന്റെ ഗതികേട്, ആരോഗ്യ മേഖല നേരിടുന്ന പ്രതിസന്ധി, തന്റെ പേഷ്യൻസിനോട്, രോഗികളോട് തനിക്ക് നിരന്തരം ഇത്തരത്തിൽ ഉപകരണങ്ങളില്ല, മരുന്നുകളില്ല എന്ന് പറയേണ്ടി വരുന്ന അല്ലെങ്കിൽ അവരെ കൊണ്ട് അത് വാങ്ങിപ്പിക്കേണ്ടി വരുന്ന ഗതികേടിനെ കുറിച്ച് പല വാതിലുകളും മുട്ടിയിട്ട് ഒരു നടപടിയും ഉണ്ടാകാത്തത് കൊണ്ട് മാത്രമാണ് ഇത് തുറന്നു പറയേണ്ടി വന്നത് എന്നുള്ളതാണ്. പക്ഷേ ഇപ്പോൾ അദ്ദേഹത്തിന്റെ ഉദ്ദേശശുദ്ധിയെ കൂടി സർക്കാരിന് മുന്നിലേക്ക് തുറന്ന് കാണിക്കപ്പെടേണ്ട അല്ലെങ്കിൽ നിരന്തരം അത് പ്രൂവ് ചെയ്യേണ്ട ഒരു ഗതികേടിലാണ് ഇപ്പോൾ ഡോക്ടർ ഹാരിസ് ഉള്ളത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാകുന്നത്. അദ്ദേഹത്തിന്റെ ഏറ്റവും ഒടുവിലത്തെ പ്രതികരണം പോലും എടുത്താൽ. പക്ഷേ ഇവിടെ ഇപ്പോൾ CPM-ന് ഏറ്റവും വലിയ വ്യഗ്രത എന്ന് പറയുന്നത് ഇത് ആരോഗ്യ കേരളത്തിൽ നമ്പർ 1 എന്ന് പറയുന്ന ഒരു സംസ്ഥാനത്ത്, മേനി നടിക്കുന്ന ഒരു സംസ്ഥാനത്ത് ഇത്തരത്തിലൊരു ഡോക്ടർ തന്നെ തുറന്നു പറച്ചിലുമായി രംഗത്തേക്ക് എത്തുമ്പോൾ അത് സർക്കാരിന് വലിയ ക്ഷീണം സ്വാഭാവികമായും ഉണ്ടാക്കും. അതിനെ പ്രതിരോധിക്കുക, അതുമാത്രം. അതിന് മുന്നിൽ നിൽക്കുന്ന ഡോക്ടർ ഹാരിസിനെ പോലും ഒരു കുറ്റക്കാരനാക്കുന്ന തരത്തിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ നീങ്ങുന്നത് എന്ന് വേണ്ടേ നമുക്ക് ഈ സാഹചര്യങ്ങൾ നോക്കുമ്പോൾ മനസ്സിലാക്കാൻ? തീർച്ചയായും ആര്യ, ഹാരിസ് ഉറക്കൽ ഉദ്ദേശശുദ്ധിയോട് കൂടി പുറത്തേക്ക് വിട്ട ഫേസ്ബുക്ക് പോസ്റ്റ് അത് അതിന്റെ ഉദ്ദേശശുദ്ധിയൊക്കെ മറികടന്ന് രാഷ്ട്രീയ തലത്തിലേക്ക് എത്തിയെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം ഇത്തരത്തിലുള്ളൊരു തുറന്നു പറച്ചിൽ, വകുപ്പ് മേധാവിയുടെ തന്നെ തുറന്നു പറച്ചിൽ കേരളത്തിൽ അധികം നമ്മൾ കേട്ട് പരിചയമില്ലാത്ത ഒരു സംഭവമാണ്. മറ്റുള്ള പ്രശ്നങ്ങൾ, ഇത്തരത്തിലുള്ള ശസ്ത്രക്രിയാ ഉപകരണങ്ങളും മറ്റും ഇല്ലാത്ത പ്രശ്നങ്ങൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിലൊക്കെ അടക്കം പലതവണ ഉണ്ടായിട്ടുണ്ടെങ്കിലും ഇത്തരത്തിലൊരു വകുപ്പ് മേധാവി ഇങ്ങനെ തുറന്നു പറയുന്ന ഒരു സാഹചര്യം ആദ്യമായിട്ടാണ്. അത്തരത്തിലൊരു തുറന്നു പറച്ചിലിന് ശേഷം ഉണ്ടായ തെറ്റ് തിരുത്തി അത്തരത്തിലുള്ള ശസ്ത്രക്രിയാ ഉപകരണങ്ങളും മറ്റും തിരിച്ചെത്തിച്ചെങ്കിലും അത് പ്രതിപക്ഷവും മറ്റ് രാഷ്ട്രീയ പാർട്ടികളും ഏറ്റെടുത്ത് നമ്പർ 1 കേരള, അതായത് ആരോഗ്യരംഗത്ത് കേരളം നമ്പർ 1 ആണെന്നുള്ളൊരു ഖ്യാതിക്കെതിരെയുള്ളൊരു ആക്രമണമായിട്ട് പ്രതിപക്ഷ കക്ഷികൾ ഈ ഒരു സംഭവത്തെ ഏറ്റെടുത്തതിന് ശേഷമാണ് ഇങ്ങനെ സർക്കാരിന് അത് പ്രതിരോധിക്കേണ്ട ഒരു ഗതികേടിലേക്ക് എത്തിയിരിക്കുന്നത്. മാത്രമല്ല ഈ ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ടോ എന്നത് കാലങ്ങളായിട്ട് നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. പല ഘട്ടങ്ങളിലും ശസ്ത്രക്രിയകൾ പല ഭാഗങ്ങളിലും മുടങ്ങിയിട്ടുണ്ട്. പക്ഷെ അതൊക്കെ ഒറ്റപ്പെട്ട സംഭവം മാത്രമായി ഒതുക്കാനായിരുന്നു സർക്കാരിന്റെ നീക്കം. ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. ഇങ്ങനൊരു സംഭവം ഉണ്ടായി, അതായത് ഒരു ശസ്ത്രക്രിയാ ഉപകരണത്തിന്റെ ഒരു അഭാവം ഉണ്ടായി, അങ്ങനെ ചില ശസ്ത്രക്രിയകൾ മുടങ്ങി, അത് പരിഹരിച്ചു. അത് ആ ഒരു ഒറ്റപ്പെട്ട സംഭവം മാത്രമായിട്ട് ഇത് കാണിക്കാനാണ് സർക്കാർ ശ്രമിക്കുന്നത്. കാരണം ഇതൊരു രാഷ്ട്രീയ തലത്തിലേക്ക് കാര്യങ്ങൾ ഉയർന്നു കഴിഞ്ഞു. ഇനി അത് രാഷ്ട്രീയമായി തന്നെ നേരിടണം എന്ന തലത്തിലേക്കാണ് സർക്കാർ എത്തി നിൽക്കുന്നത്. മാത്രമല്ല കാലങ്ങളായിട്ട് കേരളം നമ്പർ 1 ആണ് ആരോഗ്യ രംഗത്ത് നിന്നൊരു ഖ്യാതി നമുക്ക് കുറെ കാലങ്ങളായിട്ട് നമ്മൾ അവകാശപ്പെടുന്നുണ്ട്. അതിന് ഏറ്റവും വലിയൊരു കളങ്കമായിട്ടാണ് സർക്കാർ ഈ ഒരു കാര്യത്തെ കാണുന്നത്. മാത്രമല്ല ഈ ഒരു ജനങ്ങൾ അനുഭവിക്കുന്ന ഒരു ഗതികേട്, അതായത് സാധാരണക്കാരായ ആൾക്കാരാണ് ഇത്തരത്തിൽ ഗവൺമെന്റ് മെഡിക്കൽ കോളേജുകളിലെയും ആശുപത്രികളെയും മറ്റും ആശ്രയിക്കുന്നത്. അത്തരത്തിലുള്ള ആൾക്കാർ ഈ ശസ്ത്രക്രിയാ ഉപകരണങ്ങൾ വാങ്ങിച്ചു നൽകേണ്ട ഒരു ഗതികേടായിരുന്നു ഈ ഒരു ഹാരിസ് ഇറക്കൽ തുറന്നു പറഞ്ഞത്. അത് ഈ ഒരു തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന കാര്യമല്ല എന്ന് വ്യക്തമാണ്. പക്ഷേ അത്തരത്തിലൊരു വിശദമായ ഒരു അന്വേഷണത്തിലേക്ക് സർക്കാർ കടക്കുമോ, ഈ ഒരു ബ്യൂറോക്രസിയുടെ തെറ്റുകൾ തിരുത്താനുള്ള ഒരു അവസരമായി സർക്കാർ കാണുമോ എന്നൊരു കാര്യം ചോദ്യമായി തന്നെ നിലനിൽക്കുകയാണ്. കാരണം ഇതൊരു ഒറ്റപ്പെട്ട സംഭവമായിട്ട് മാത്രമാണ് ദേശാഭിമാനിയിലടക്കം, അതായത് അത് രാഷ്ട്രീയ മുതലെടുപ്പിലേക്ക് കൊണ്ടുപോകരുത് എന്നൊരു മുന്നറിയിപ്പാണ് ദേശാഭിമാനി അടക്കം മുന്നോട്ട് വെക്കുന്നത്. പക്ഷേ ഇതൊരു ബ്യൂറോക്രസിയുടെ ശുദ്ധീകരണത്തിലേക്ക് കാര്യങ്ങൾ കടക്കുമോ എന്നൊരു ചോദ്യമായിട്ട് തന്നെ നിലനിൽക്കുകയാണ്. ആര്യ, തീർച്ചയായും സാരംഗ് സുധാകരനാണ് വിശദാംശങ്ങളുമായി ചേർന്നത്. മുൻ മുഖ്യമന്ത്രി VS അച്യുതാനന്ദന്റെ ആരോഗ്യനില അതീവ ഗുരുതരമായി തുടരുന്നു. രക്തസമ്മർദ്ദവും വൃക്കകളുടെ പ്രവർത്തനവും സാധാരണ നിലയിലാക്കാനാണ് ശ്രമം. വിദഗ്ധ
സർക്കാർ നിയോഗിച്ച വിദഗ്ധ ഡോക്ടർമാരുടെ സംഘം നിർദ്ദേശിച്ചതനുസരിച്ച് ഡയാലിസിസ് നൽകി വരുന്നുണ്ട്. മരുന്നുകളോട് പ്രതികരിക്കുന്നുണ്ടെന്നാണ് ഡോക്ടർമാർ പറയുന്നത്. രാവിലെ മെഡിക്കൽ ബോർഡ് ചേർന്ന് ആരോഗ്യസ്ഥിതി വിലയിരുത്തും. കടുത്ത ഹൃദയാഘാതത്തെ തുടർന്ന് 10 ദിവസം മുൻപാണ് VS-നെ SUT ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. VV അരുൺ കൂടുതൽ വിവരങ്ങളുമായി ചേരുകയാണ്. അരുൺ, 11 മണിക്കാണ് മെഡിക്കൽ ബോർഡ് യോഗം ചേരുന്നത്. അതിനുശേഷം ഇറങ്ങുന്ന മെഡിക്കൽ ബുള്ളറ്റിനിൽ അദ്ദേഹത്തിന്റെ ആരോഗ്യനിലയുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ അപ്ഡേറ്റ് പ്രതീക്ഷിക്കാം, അല്ലേ? തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ ആരോഗ്യം അതീവ ഗുരുതരമായി തുടരുകയാണ്. അപ്പോഴും മരുന്നുകളോട് പ്രതികരിക്കുന്നു എന്നുള്ളതാണ് ഒരു ആശ്വാസകരമായി. ഒരുപക്ഷെ ഈ അദ്ദേഹത്തിന്റെ ചികിത്സ ഏറ്റവും ഏക ആശ്വാസകരമായ സംഗതി അതാണ്. അദ്ദേഹം മരുന്നുകളോട് ഇപ്പോഴും പ്രതികരിക്കുന്നുണ്ട്. ഈ ഒരു ഗുരുതരാവസ്ഥയിൽ സാധാരണ രോഗികൾ അത് പ്രതീക്ഷിക്കാനാകില്ല. പക്ഷെ അപ്പോഴും VS-ന്റെ ശരീരം മരുന്നുകൊണ്ട് പ്രതികരിക്കുന്നു. അത് മാത്രമാണ് ഏക ആശ്വാസ ഘടകമായി ഉള്ളത്. നിലവിലെ ചികിത്സ തുടരാൻ തന്നെയാണ് തീരുമാനം. ഈ വൃക്കകളുടെ പ്രവർത്തനം സാധാരണ നിലയിലാക്കാൻ, പരമാവധി സാധാരണ നിലയിലാക്കാൻ വേണ്ടിയാണ് ഈ തുടർച്ചയായ ഡയാലിസിസ് ഇപ്പോൾ ചെയ്യുന്നത്. അതോടുകൂടി വൃക്കകളുടെ പ്രവർത്തനം സാധാരണ നിലയിലേക്ക് എത്തിക്കാമെന്നാണ് പ്രതീക്ഷ. രക്തസമ്മർദ്ദവും വളരെ നിർണായകമാണ്. ഏതായാലും VS-നെ ജീവിതത്തിലേക്ക് മടക്കിക്കൊണ്ടുവരാനുള്ള എല്ലാ ശ്രമവും ആശുപത്രി അധികൃതരുടെ, ഡോക്ടർമാരുടെ, മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ ഡോക്ടർമാരുടെ വിദഗ്ധ സംഘത്തിന്റെ നിർദ്ദേശപ്രകാരമുള്ള ചികിത്സയാണ് ഇപ്പോൾ തുടരുന്നത്. ഇന്ന് 10 മണിയോടുകൂടി മെഡിക്കൽ ബോർഡ് ചേരും. ഇപ്പോഴത്തെ ആരോഗ്യ സാഹചര്യം, ആരോഗ്യസ്ഥിതി മെഡിക്കൽ ബോർഡ് വ്യക്തമാക്കും. ശരി, VV അരുണാണ് വിശദാംശങ്ങൾ പങ്കുവച്ചത്. സെനറ്റ് ഹാൾ സംഘർഷത്തിൽ VC-ക്കെതിരെ സർവകലാശാല സിൻഡിക്കേറ്റ്. VC-യുടേത് ഏകപക്ഷീയ നടപടി. രജിസ്ട്രാറെ ഒറ്റപ്പെടുത്താൻ അനുവദിക്കില്ല. വിഷയം ചർച്ച ചെയ്യാൻ യോഗം വിളിക്കണമെന്നും സിൻഡിക്കേറ്റ് ആവശ്യപ്പെട്ടു. VV അരുൺ തുടരുന്നുണ്ട്. അരുൺ, കടുപ്പിക്കുകയാണ് സിൻഡിക്കേറ്റ് VC-ക്കെതിരെ, അല്ലേ? തീർച്ചയായിട്ടും VC-ക്കെതിരെ കടുത്ത നിലപാടിലേക്ക് സിൻഡിക്കേറ്റ്, കേരള സർവകലാശാല സിൻഡിക്കേറ്റ് പോവുകയാണ്. അതിനൊപ്പം തന്നെ രജിസ്ട്രാർക്ക് പൂർണ്ണ പിന്തുണയുമായും അവർ രംഗത്ത് വരികയാണ്. കഴിഞ്ഞ കുറെ നാളുകളെ കേരള സർവകലാശാലയിലെ സാഹചര്യം അതുതന്നെയാണ്. ഇപ്പോൾ ഈ വിഷയത്തിൽ VC-ക്കെതിരെ സിൻഡിക്കേറ്റിന്റെ നീക്കത്തിന് പ്രധാന കാരണം സർവകലാശാല രജിസ്ട്രാറെ കുറ്റക്കാരനായി ചിത്രീകരിച്ചുകൊണ്ട് അദ്ദേഹത്തിനെതിരെ നടപടി ലക്ഷ്യമിട്ടുകൊണ്ടുള്ള ഒരു നീക്കമാണ് VC-യുടെ ഭാഗത്തുണ്ടായത്. ഗവർണർക്ക് ഈ സർവകലാശാല സെന്ററുകളിൽ നടന്ന സംഘർഷവുമായി ബന്ധപ്പെട്ട് ഗവർണർക്ക് നൽകിയ റിപ്പോർട്ടിൽ പൂർണ്ണമായും VC-യെ കുറ്റക്കാരനായി ചിത്രീകരിക്കുകയായിരുന്നു. രജിസ്ട്രാറെ കുറ്റക്കാരൻ ചിത്രീകരിക്കുകയായിരുന്നു VC ചെയ്തത്. അതുകൊണ്ടാണ് VC ഈ നീക്കം ശരിയല്ല, രജിസ്ട്രാറെ ഒറ്റപ്പെടുത്തി ആക്രമിക്കാൻ അനുവദിക്കില്ല എന്ന നിലപാടുമായി സിൻഡിക്കേറ്റ് രംഗത്ത് വരുന്നത്. സിൻഡിക്കേറ്റ് അടിയന്തരമായി യോഗം ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സിൻഡിക്കേറ്റ് CPM നേതാവ് മുരളീധരൻ VC-ക്ക് കത്ത് നൽകിയിട്ടുണ്ട്. ശരി, VV അരുണാണ് വിശദാംശങ്ങൾ പങ്കുവച്ചത്. മടങ്ങിയ വാർത്തകളിലേക്ക്. ഗാസയിൽ നിർത്തലെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രഖ്യാപനം. 60 ദിവസത്തെ വെടിനിർത്തലിന് ഇസ്രായേൽ സമ്മതിച്ചുവെന്നും ഹമാസ് കരാറുകൾ അംഗീകരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായും ട്രംപ് വ്യക്തമാക്കി. ഗാസയിൽ ശാശ്വത സമാധാനം പുനഃസ്ഥാപിക്കാൻ വെടിനിർത്തൽ വേളയിൽ എല്ലാവരുമായി ചർച്ച നടത്തുമെന്നും ട്രംപ് അറിയിച്ചു. KP അഭിലാഷ് ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. അഭിലാഷ്, ഇന്ന് രാവിലെ നമ്മളെ തേടിയെത്തിയ ഏറ്റവും ശുഭകരമായ, അല്ലെങ്കിൽ നമുക്ക് സമാധാനം നൽകുമെന്ന് പ്രതീക്ഷിക്കുന്ന ഒരു വാർത്തയാണ്. എന്തായാലും ട്രംപ് കൂടുതലൊന്നും ഈ കരാറുമായി ബന്ധപ്പെട്ട് വെളിപ്പെടുത്തിയിട്ടില്ല ഈ ഘട്ടത്തിൽ എന്നാണ് മനസ്സിലാക്കുന്നത്. പക്ഷേ 60 ദിവസത്തെ വെടിനിർത്തൽ കരാറിന് അതിന് ഇസ്രായേൽ സമ്മതം മൂളിയിരിക്കുന്നു. ഹമാസിന്റെ ഭാഗത്തുനിന്ന് അനുകൂലമായ നടപടി ഉണ്ടാകുമെന്നും പ്രതീക്ഷിക്കുന്നു, അല്ലേ? ആര്യ, 2023 ഒക്ടോബറിൽ ആരംഭിച്ച ഇസ്രയേൽ ഗാസ സംഘർഷം അവസാനിക്കുന്നു എന്ന സൂചനകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. പക്ഷേ അത് സംബന്ധിച്ച് ആര്യ സൂചിപ്പിച്ചതുപോലെ ഹമാസിന്റെ പ്രതികരണം കൂടി വരുമ്പോൾ മാത്രമാണ് ഉറപ്പിക്കാൻ സാധിക്കുകയുള്ളൂ. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൂടെയാണ് ഇക്കാര്യം വ്യക്തമാക്കിയിട്ടുള്ളത്. അതായത് തന്റെ പ്രതിനിധികൾ സുദീർഘമായ ചർച്ചയാണ് ഇസ്രായേലുമായി നടത്തിയത്. ഒപ്പം ഈജിപ്തിന്റെയും ഖത്തറിന്റെയും സഹായത്തോടു കൂടിയാണ് ഇത്തരം ചർച്ചകൾ നടന്നത്. ആ ചർച്ചയുടെ അടിസ്ഥാനത്തിൽ 60 ദിവസത്തെ വെടിനിർത്തലിന് ഇസ്രായേൽ സമ്മതിച്ചിരിക്കുന്നു എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ വെളിപ്പെടുത്തൽ. ഒപ്പം ഹമാസ് ഇതിന് അനുകൂലമായ ഒരു തീരുമാനം കൈക്കൊള്ളുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് എന്നും ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു വെക്കുന്നുണ്ട്. അങ്ങനെയെങ്കിൽ തീർച്ചയായും നമുക്കറിയാം, ഇറാൻ സംഘർഷം ഉൾപ്പെടെ അവസാനിപ്പിക്കുന്നതിൽ അമേരിക്ക നിർണായകമായ പങ്കുവഹിച്ചിരുന്നു എന്നുള്ള വിവരങ്ങളടക്കം പുറത്തുവന്ന പശ്ചാത്തലത്തിൽ ഒരുപക്ഷെ ബെഞ്ചമിൻ നെതന്യാഹു രാജ്യത്തിനകത്ത് തന്നെ അഴിമതിയുമായി ബന്ധപ്പെട്ട വിചാരണ നടപടികൾ ഉൾപ്പെടെ നേരിടുന്ന ഒരു പശ്ചാത്തലത്തിൽ ഇപ്പോൾ ഈ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഭാഗത്ത് നിന്നുണ്ടായിട്ടുള്ള പ്രതികരണത്തെ വിശ്വസനീയമായി തന്നെയാണ് കണക്കാക്കേണ്ടത്. അങ്ങനെയെങ്കിൽ വരാൻ പോകുന്ന 60 ദിവസം, ആ 60 ദിവസത്തിനകം
ലോകരാജ്യങ്ങളുമായി, പ്രത്യേകിച്ച് അറബ് രാജ്യങ്ങളുമായി അടക്കം ആശയവിനിമയം നടത്തിയ ശേഷം ഇരു രാജ്യങ്ങളും തമ്മിൽ ഒരു ധാരണയിലേക്ക് എത്തുമെന്നും ആ ധാരണയുടെ അടിസ്ഥാനത്തിൽ ശാശ്വതമായ ഒരു സമാധാനം പുലരും എന്ന് വേണം നമുക്ക് പ്രതീക്ഷിക്കാൻ. പക്ഷേ ഇവിടെ ഓർത്തെടുക്കേണ്ടത്, നേരത്തെയും ഇത്തരത്തിൽ അമേരിക്കയുടെ ഭാഗത്ത് നിന്ന് ചില പ്രതികരണങ്ങൾ ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് തകർക്കപ്പെട്ട ഗാസയുടെ നിർമ്മാണ പ്രവൃത്തികൾ ഏറ്റെടുക്കുമെന്നും അവിടെ ടൗൺഷിപ്പ് സ്ഥാപിക്കുമെന്നും അമേരിക്ക വ്യക്തമാക്കിയിരുന്നു. പക്ഷേ ഗാസ എന്നത് തങ്ങളുടെ ആഭ്യന്തരമായ വിഷയമാണ് എന്നും അവിടെ ഇടപെടാൻ മറ്റൊരു രാജ്യത്തെയും അനുവദിക്കില്ല എന്നുമായിരുന്നു അന്ന് ഹമാസിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായ പ്രതികരണം. ഇനി അറിയേണ്ടത് ഇത്രയും നാൾ, അതായത് 2 വർഷത്തോടടുക്കുകയാണ് ഈ പോരാട്ടം എന്നത്. അപ്പോഴും ഹമാസ് ബന്ദികളാക്കി വെച്ചിട്ടുള്ളത് നൂറുകണക്കിന് ഇസ്രായേൽ പൗരന്മാരെയാണ്. അവരെ എന്തിന്റെ അടിസ്ഥാനത്തിൽ, എന്ത് ധാരണയുടെ അടിസ്ഥാനത്തിലായിരിക്കും ഇസ്രായേലിന് കൈമാറാൻ പോകുന്നത് എന്നതാണ് പ്രധാനപ്പെട്ടതായി മാറാൻ പോകുന്നത്. അത്തരം ധാരണകളെ സംബന്ധിച്ച ഒരു സൂചനയും ഇപ്പോൾ ഡൊണാൾഡ് ട്രംപ് നൽകിയിട്ടില്ല. ഈ ധാരണയുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും പ്രതികരണവും നൽകിയിട്ടില്ല. മറിച്ച് ഈജിപ്തും ഖത്തറും കൂടി മുൻകൈയെടുത്തുകൊണ്ട് ഇത് സംബന്ധിച്ച ഒരു അന്തിമ തീരുമാനത്തിലേക്ക് എത്തും എന്ന പ്രതികരണമാണ് ഡൊണാൾഡ് ട്രംപിന്റെ ഭാഗത്ത് നിന്നുണ്ടായിട്ടുള്ളത്. പക്ഷേ നമുക്കറിയാം, 2 വർഷമായി ഒരു മേഖല ഒന്നടങ്കം സംഘർഷത്തിൽ ആണ്. ആ സംഘർഷം അവസാനിക്കാൻ പോകുന്നു എന്നത് വലിയ പ്രതീക്ഷ നൽകുന്ന ഒന്ന് തന്നെയാണ്. ആര്യ, തീർച്ചയായും KP അഭിലാഷാണ് വിശദാംശങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്. കോന്നി ആനക്കൂട്ടിലെ കുട്ടിയാനയായ കൊച്ചയ്യപ്പൻ ചരിഞ്ഞു. 5 വയസ്സായിരുന്നു. ആന ചരിയാനുണ്ടായ കാരണം വ്യക്തമല്ല. ഇന്ന് കോന്നി എക്കോ ടൂറിസം കേന്ദ്രത്തിന് അവധി പ്രഖ്യാപിച്ചു. ഇന്നലെ രാവിലെ കഴിച്ചുകൊണ്ട് പോയി താഴെ കൊണ്ടുപോയി ചോറ് കൊടുക്കുകയും അത് കഴിഞ്ഞ് ഇവിടെ കൊണ്ടുവന്ന് വിടുകയും തീറ്റയൊക്കെ തിന്നുകയൊക്കെ ചെയ്തു. പിന്നെ ഒരു ഉച്ച കഴിഞ്ഞപ്പോൾ മുതൽ ചെറിയ സൈഡിലോട്ട് ഇങ്ങനെ മാറിയിരിക്കുകയായിരുന്നു. അന്നേരം മോരാ ഭയങ്കര നോവായിരിക്കുമെന്ന് പറഞ്ഞ് ഞങ്ങൾ പിന്നെ ഡോക്ടർ വിളിച്ച് പറഞ്ഞ് അങ്ങോട്ട് നടത്താൻ പറഞ്ഞ് നടത്തുകയൊക്കെ ചെയ്തു. കൊണ്ടുവന്ന് കയറ്റി ഞങ്ങളൊരു 7 മണിയാണെങ്കിലാണ് പോയത്. അന്നേരം ഇവിടെ കൂടി കിടക്കുമായിരുന്നു. വേറെ കുഴപ്പമൊന്നുമില്ലായിരുന്നു. പോകുന്നില്ല, ഞങ്ങൾക്ക് ഒരു വിഷമമുണ്ട്. ഞങ്ങളെ 2-3 പേരെ അരിപ്രശ്നമാണ്. എല്ലാവർക്കും ഒരു ബുദ്ധിമുട്ടുണ്ട്. ശശിനാരായണൻ കൂടുതൽ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുകയാണ്. ശശിനാരായണൻ, വളരെ വിഷമിപ്പിക്കുന്ന ഒരു വാർത്തയായി പോയല്ലോ. അവിടെ എത്തുന്ന സഞ്ചാരികൾക്കൊക്കെ ഏറെ സന്തോഷവും കൗതുകവും ഒക്കെ സമ്മാനിച്ചിരുന്ന ഒരാളായിരുന്നു അല്ലേ? തീർച്ചയായും ആര്യ, അത് തന്നെയാണ്. കാരണം കോന്നി ആനക്കൂട്ടിലെത്തുന്ന ആനപ്രേമികളുടെ ഏറ്റവും വലിയ ഹരമായിരുന്നു, അല്ലെങ്കിൽ അവർക്ക് ഏറെ ഇഷ്ടമുള്ള ഒരു ആനക്കുട്ടിയാണ് ഇപ്പോൾ ചരിഞ്ഞത്. 1 വയസ്സിലാണ് കൊച്ചയ്യപ്പൻ ആനക്കൂട്ടിലെത്തുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ 5 വയസ്സുണ്ട്. ഈ വർഷക്കാലത്തിലെല്ലാം വലിയ സന്തോഷം, ആനപ്രേമികളെ ഏറ്റവും കൗതുകമുള്ള ഒരു ആനയായിരുന്നു ഇപ്പോൾ ചരിഞ്ഞ കൊച്ചയ്യപ്പൻ. എന്തായാലും ഇന്നലെ രാത്രി വരെ ഒരു പ്രശ്നമില്ലായിരുന്നു, ആരോഗ്യ പ്രശ്നങ്ങളൊന്നുമില്ലെന്നാണ് ആനക്കൂട്ടിലെ ആന പാപ്പാന്മാർ വ്യക്തമാക്കുന്നത്. ഇന്ന് പുലർച്ചയോടുകൂടിയാണ് ആന ചരിഞ്ഞതായി കണ്ടെത്തുന്നത്. രാവിലെ ചെന്നപ്പോൾ ആനക്കൂട്ടിൽ ആന ചരിഞ്ഞതായിട്ടാണ് കണ്ടെത്തുന്നത്. എന്ത് കാരണമെന്നുള്ള കാര്യത്തെ കുറിച്ച് കൃത്യമായി ഇപ്പോൾ ധാരണയില്ല. പക്ഷെ നേരത്തെ ആനക്കൂട്ടിലെ 3 ആനക്കുട്ടികൾ ഇതുപോലെ സമാനമായ രീതിയിൽ പല കാലങ്ങളായി ചരിഞ്ഞിട്ടുണ്ട്. ആനക്കൂട്ടിലെ ഒരു വൈറസ് ബാധ, ഹെർപ്പീസ് വൈറസ് ബാധ ആനക്കുട്ടികളെ ബാധിക്കുന്നത്, 15 വയസ്സിന് താഴെയുള്ള ആനക്കുട്ടികളെ ബാധിക്കുന്ന ഒരു വൈറസ് ബാധ തുടർച്ചയായി ആനക്കൂട്ടിൽ ഉണ്ടാകുന്നു. അത്തരത്തിലാണ് നേരത്തെയൊക്കെ ചരിഞ്ഞ 3 കുട്ടി ആനകളും ചരിഞ്ഞു. അതാണോ ഈ കുട്ടി ആനയ്ക്ക് സംഭവിച്ചതെന്നുള്ള കാര്യം അത് പോസ്റ്റ്മോർട്ടം പരിശോധനയ്ക്ക് ശേഷം മാത്രമേ വ്യക്തമാവുകയുള്ളൂ. എന്തായാലും അത്തരമൊരു സാന്നിധ്യം, വൈറസിന്റെ സാന്നിധ്യം ആനക്കൂട്ടിലുണ്ട്. അതിങ്ങനെ കൃത്യമായി മരുന്നുകളൊക്കെ കൊടുത്താൽ പോലും 15 വയസ്സിന് താഴെയുള്ള ആനകൾ രക്ഷപ്പെടാൻ സാധ്യതയില്ലാത്ത രീതിയിലാണ് ഈ ഡോക്ടർമാരൊക്കെ പറയുന്നത്. ഇനി അത്തരം വല്ല വൈറസ് ഈ ആനക്കുട്ടിയെ ബാധിച്ചിട്ടുണ്ടോ, അതോ മറ്റെന്തെങ്കിലും കാരണമാണോ ആനക്കുട്ടിയുടെ മരണത്തിന് ആന ചരിയാൻ കാരണമെന്നതിനെ കുറിച്ച് കൃത്യമായ ഒരു അന്വേഷണം വേണ്ടിവരും. എന്തായാലും പരിശോധനകൾ വേണ്ടിയാണ്. പോസ്റ്റ്മോർട്ടത്തിന് ശേഷമായിരിക്കും ആനക്കുട്ടിയെ പിന്നീട് ഉളിയനാട് വനമേഖലയിലായിരിക്കും ആനക്കുട്ടിയെ സംസ്കരിക്കുക. എന്തായാലും വലിയ സങ്കടമുള്ള ഒരു സങ്കട കാഴ്ചയായി മാറുകയാണ്. കൊച്ചയ്യപ്പൻ കോന്നിക്കാരനെ മാത്രമല്ല, കോന്നി ആനക്കൂട്ടിലെത്തുന്ന എല്ലാ ആനപ്രേമികളുടെയും ഇഷ്ടമുള്ള ഒരു ആനയായിരുന്നു. കുട്ടികളുമായൊക്കെ വലിയ അടുപ്പമുള്ളൊരു ആനക്കുട്ടിയാണ് കൊച്ചയ്യപ്പൻ. നമ്മൾ തന്നെ പല ദിവസങ്ങളിലും കൊച്ചയ്യപ്പന്റെ വാർത്തകൾ ചെയ്തിട്ടുമുണ്ട്. അതുകൊണ്ട് തന്നെ ആനക്കൂട്ടിലെ ജീവനക്കാർക്കും ഈ ആനപ്രേമികൾക്കും വലിയ സങ്കട കാഴ്ചയായി മാറുകയാണ് കൊച്ചയ്യപ്പന്റെ വിയോഗം. തീർച്ചയായും ശശിനാരായണനാണ് പത്തനംതിട്ടയിൽ നിന്ന് വിവരങ്ങൾ പങ്കുവച്ചത്. കോന്നിയിലെ ആനക്കൂട്ടിലെത്തുന്ന എല്ലാവരുടെയും പ്രിയങ്കരനായിരുന്ന ഒരു കുട്ടി കുറുമ്പനാണ് കൊച്ചയ്യപ്പൻ. കൊച്ചയ്യപ്പനാണ് ഇപ്പോൾ വിട വാങ്ങിയിരിക്കുന്നത്. വൈറസ് ബാധയാണോ, മറ്റ് എന്ത് സാഹചര്യത്തിലാണ് ഈ ആന ചരിയാനുണ്ടായ സാഹചര്യം എന്താണ് എന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള അന്വേഷണം നടക്കുകയാണ്. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം കൂടുതൽ വ്യക്തത വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്.
മാസപ്പടി കേസിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഹർജി ഇന്ന് ഹൈക്കോടതിയിൽ. മുഖ്യമന്ത്രിയുടെ മകൾ ടി വീണയും CMRലും തമ്മിലുള്ള സാമ്പത്തിക ഇടപാടുകളിൽ അന്വേഷണം വേണമെന്നാണ് ആവശ്യം. എതിർകക്ഷികളായ മുഖ്യമന്ത്രി പിണറായി വിജയനും വീണയും മറുപടി സത്യവാങ്മൂലം നൽകിയിട്ടുണ്ട്. ഹർജി നിലനിൽക്കുമോ എന്ന് കോടതി പരിശോധിക്കണമെന്ന് എതിർകക്ഷികൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഡാനി പോൾ കൂടുതൽ വിവരങ്ങളുമായി ചേരുകയാണ്. ഡാനി, വളരെ നിർണായകമായ വഴികളിലേക്കാണ് ഈ കേസ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ? തീർച്ചയായും ആര്യ, കാരണം ഈ കേസ് കോടതി നീക്കങ്ങൾ എന്ത് എന്നത് സംബന്ധിയായ കാര്യങ്ങളിൽ വളരെ നിർണായകമാണ്. കാരണം നേരത്തെ CMRലുമായി ബന്ധപ്പെട്ട് ഉണ്ടായ വിവാദങ്ങൾ, അതിനെ തുടർന്ന് കേന്ദ്ര ഏജൻസികൾ നടത്തിയ അന്വേഷണങ്ങൾ, ഇതെല്ലാം തന്നെ ഒരു ഭാഗത്ത് തുടരുമ്പോൾ തന്നെയാണ് ഇപ്പോൾ CBI അന്വേഷണം സംബന്ധിയായ കാര്യങ്ങളിൽ കൂടി ഒരു ഹർജി അത്തരം ആവശ്യവുമായിട്ട് മുന്നോട്ട് വരികയും ചെയ്യുന്നത്. ഇക്കാര്യത്തിൽ മുഖ്യമന്ത്രിയും അതോടൊപ്പം തന്നെ മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയനും ഇക്കാര്യത്തിൽ സത്യവാങ്മൂലം നൽകിയിട്ടുണ്ട്. അവർ പ്രധാനമായും പറയുന്നത് ഈ ഒരു കാര്യങ്ങൾ വലിയ ലക്ഷ്യങ്ങളോടുകൂടിയാണ് ഇത്തരമൊരു ഹർജിയായി മുന്നോട്ട് വരുന്നത്. പ്രത്യേകിച്ച് വീണ പറയുന്ന കാര്യങ്ങൾ തനിക്ക് ആരുടെയും തന്നെ ഒരു സഹായമോ, പ്രത്യേകിച്ച് മുഖ്യമന്ത്രിയുടെ മകൾ എന്ന രീതിയിലൊരു സഹായമോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. അവരാരും തന്നെ ഈ കാര്യങ്ങളിൽ ഇടപെടാറില്ല. തന്റെ ഭർത്താവ് മന്ത്രിയുമായ മുഹമ്മദ് റിയാസ് അടക്കം ഈ കാര്യങ്ങളിൽ യാതൊരു ഇടപെടലും നടത്തിയിട്ടില്ല. പിന്നെ എന്തുകൊണ്ട് ഈ ഒരു അന്വേഷണവും ആവശ്യപ്പെട്ടുകൊണ്ട് മുന്നോട്ട് വരുന്നു എന്നതടക്കമുള്ള കാര്യങ്ങൾ തന്നെ പരിശോധിക്കേണ്ടതാണ് എന്നത് വിവരങ്ങൾ ഇതിൽ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. രണ്ടുപേരും സത്യവാങ്മൂലം കോടതിയുടെ പരിഗണനയിൽ ഇപ്പോഴുമുണ്ട്. മാത്രവുമല്ല മറ്റ് അന്വേഷണ ഏജൻസികൾ, പ്രത്യേകിച്ച് SFI അടക്കമുള്ള കാര്യങ്ങൾ ഇതിൽ അന്വേഷണവുമായിട്ട് മുന്നോട്ട് പോകുന്ന ഘട്ടത്തിലുമാണ്. എന്തായാലും കോടതി ഈ കേസ് പരിഗണിക്കുമ്പോൾ കോടതിയിൽ നിന്ന് ഏതെങ്കിലും രീതിയിലുള്ളൊരു പരാമർശങ്ങളോ കാര്യങ്ങളോ ഉണ്ടാകുന്നു എന്നതാണ് ഇനി അറിയേണ്ടത്. ഇത് ഏത് രീതിയിലാണ് അന്വേഷണം അനുവദിക്കുമോ അത്തരം കാര്യങ്ങൾ കൂടി വരുന്നു. അതിനൊപ്പം തന്നെ ഏതെങ്കിലും പരാമർശങ്ങൾ ഉണ്ടായാൽ പോലും അത് ഈ കേസിനെ തന്നെ കൃത്യമായി ബാധിക്കുന്ന രീതിയിലുള്ളത് തന്നെയായിരിക്കും. ആര്യ, ഡാനി പോളാണ് വിശദാംശങ്ങൾ പങ്കുവെച്ചത്. ഡാനി, തുടരുക. മറ്റൊരു വാർത്തയുടെ വിശദാംശങ്ങൾ കൂടി ചോദിച്ചറിയേണ്ടതുണ്ട്. ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള സിനിമയ്ക്ക് പ്രദർശനാനുമതി നൽകാത്തത് ചോദ്യം ചെയ്ത് നിർമ്മാതാക്കൾ നൽകിയ ഹർജി ഹൈക്കോടതി ഇന്ന് പരിഗണിക്കുകയാണ്. സിനിമയ്ക്ക് പ്രദർശനാനുമതി നൽകാത്തതിൽ സെൻസർ ബോർഡ് വിശദീകരണം നൽകും. നിർമ്മാതാക്കളായ കോസ്മോസ് എന്റർടൈൻമെന്റ്സ് നൽകിയ ഹർജിയാണ് ജസ്റ്റിസ് N നഗരേഷ് അധ്യക്ഷനായ സിംഗിൾ ബെഞ്ച് പരിഗണിക്കുക. ഡാനി പോൾ തുടരുന്നുണ്ട്. ഡാനി, കഴിഞ്ഞ ദിവസം ഈ ഹർജി പരിഗണിച്ചപ്പോൾ തന്നെ കോടതി ചൂണ്ടിക്കാട്ടിയ കാര്യമാണ് എന്തുകൊണ്ട് ആ പേര് ഇത്രത്തോളം വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്നു എന്നത്. അതിനെക്കുറിച്ചൊരു വിശദീകരണം നൽകണമെന്നുള്ളത്. ഇന്ന് സെൻസർ ബോർഡ് വിശദീകരണം നൽകും. അപ്പോൾ ഈ ഒരുപക്ഷെ ഈ സിനിമയുടെ പ്രദർശനം അനുവദിക്കുന്ന തരത്തിലുള്ള സിനിമയ്ക്ക് അനുകൂലമായ ഒരു വിധി കോടതിയിൽ നിന്ന് ഉണ്ടാകുമെന്നാണോ സിനിമയുടെ അണിയറ പ്രവർത്തകർ പ്രതീക്ഷിക്കുന്നത്? പൊതുവിലും സിനിമയുടെ അണിയറ പ്രവർത്തകർക്ക് അത്തരമൊരു പ്രതീക്ഷ ബാക്കി നിൽക്കുന്നുണ്ട്. അതിനൊരു പ്രധാനപ്പെട്ട ഒരു കാരണം കോടതിയിൽ നിന്ന് കഴിഞ്ഞ ദിവസങ്ങൾ ഉണ്ടായ പരാമർശങ്ങൾ തന്നെയാണ്. കാരണം ഇത്തരം ഒരു പേരിനെ ചൊല്ലി ആ രീതിയിലേക്ക് വിവാദങ്ങൾ വരേണ്ടതുണ്ടോ എന്നതടക്കം കാര്യങ്ങൾ കോടതി ചോദിക്കുകയും ചെയ്തിരുന്നു. കാരണം ഈ ജാനകി എന്നൊരു പേര് അത് പൊതുവിൽ വളരെ സാധാരണമായിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം ദൈവനാമങ്ങൾ ആളുകൾക്ക് പേരായി വരാറുണ്ട്. അങ്ങനെ നിരവധിയായ സംഭവങ്ങളുണ്ട്. പക്ഷെ അതിനെ മറ്റൊരു രീതിയിൽ കാണാൻ കഴിയുമോ എന്നത് ചോദിച്ചു. സെൻസർ ബോർഡിനോടക്കം ഇത്തരം ഈ സർഗാത്മകമായ ഇത്തരം കാര്യങ്ങളിൽ ഏത് രീതിയിൽ ഇടപെടാൻ കഴിയുമെന്നതും കോടതി ചോദിക്കും. അത്തരം ചോദ്യങ്ങൾ ഈ നിർമ്മാതാക്കളെ സംബന്ധിച്ചിടത്തോളം, സിനിമയുടെ അണിയറ പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രതീക്ഷകൾ നൽകുന്ന ഒന്നാണ്. ഇതിൽ സെൻസർ ബോർഡിന്റെ ഭാഗത്തു നിന്ന് ആദ്യഘട്ടത്തിൽ ഒരു വിശദീകരണം വന്നത് മതത്തെ ബാധിക്കുന്നതാണ് സിനിമയുടെ തലക്കെട്ട് എന്നതായിരുന്നു സെൻസർ ബോർഡ് ആദ്യഘട്ടത്തിൽ ഹൈക്കോടതി അറിയിച്ചിരുന്നത്. ഒപ്പം ഈ പ്രായപൂർത്തിയായവർക്ക് മാത്രം കാണാവുന്ന ഉള്ളടക്കമാണ് സിനിമയിലുള്ളത്. 16 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് ചിത്രം കാണുന്നതിന് വിലക്കുണ്ടെന്നുമെന്നുമാണ് സെൻസർ ബോർഡ് തുടക്കത്തിൽ നൽകിയ വിശദീകരണം. പക്ഷെ അത് ഇത്തരം ഒരു ആവശ്യത്തെ സാധൂകരിക്കുന്ന രീതിയിൽ ഉള്ളതല്ല എന്നതായിരുന്നു ആദ്യഘട്ടത്തിലുള്ള ഒരു വിലയിരുത്തലായിട്ട് പൊതുവെ ഉയർന്നിരിക്കുകയും ചെയ്തത്. ഏതായാലും കോടതി ഇന്ന് ഈ കേസ് പരിഗണിക്കുകയാണ്. റിവ്യൂയിങ് കമ്മിറ്റി ഇതിൽ ഉണ്ടായിരുന്നു. ആ റിവ്യൂയിങ് കമ്മിറ്റിയുടെ അവരൊരു റിപ്പോർട്ട് ഇക്കാര്യത്തിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട്. സെൻസർ ബോർഡിന്റെ വിശദീകരണവും ഈ റിപ്പോർട്ടും പരിഗണിച്ച ശേഷമായിരിക്കും കോടതി ഇന്ന് ഇക്കാര്യത്തിലേക്ക് ഒരു തീർപ്പിലേക്ക് വരിക. ആര്യ, ഡാനി പോളാണ് വിശദാംശങ്ങളുമായി ചേർന്നത്. അപ്പോൾ 9 മണി വാർത്തകളുടെ സമയം ഇവിടെ അവസാനിക്കുകയാണ്. ഒരു ഇടവേളയ്ക്ക് ശേഷം കൂടുതൽ വാർത്തകളും വിശകലനങ്ങളും വിശദാംശങ്ങളും ഒക്കെയായി ന്യൂസ് ട്രെൻഡ്സ് കാണാം.